ഹലോ. ഗുഡ് ഈവനിംഗ്. കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവം 51ന്റെ വിജയകരമായ യാത്രയിലെ 11ാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ ദിനവും നമുക്ക് നൽകുന്ന അനുഭവങ്ങൾ ജീവിതത്തിലെ മികച്ച പാഠങ്ങൾ തന്നെയാണ്. അറിവിന്റെയും പുതിയ ചിന്തകളുടെയും അതിരുകളില്ലാത്ത ലോകത്തേക്ക് നമ്മെ നയിക്കുന്ന ഈ വേദിയിൽ നാം പരിചയപ്പെടുന്ന ഓരോ വ്യക്തിത്വവും വ്യത്യസ്ത ജീവിത വീക്ഷണങ്ങളിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. ജീവിതാനുഭവങ്ങളും വായനാനുഭവങ്ങളും പങ്കുവെക്കപ്പെടുമ്പോൾ നമ്മുടെ ആശയങ്ങൾക്ക് ചിറകുകൾ നൽകാൻ നാം ധൈര്യം കാണിക്കുന്നു. വൈവിധ്യമാർന്ന ആശയ സംവാദങ്ങളുടെ മായാലോകം സൃഷ്ടിക്കുന്ന ഈ വേദിയിലേക്ക് സ്വാഗത പ്രസംഗത്തിനായി കോളേജ് പ്രിൻസിപ്പാളും പ്രോഗ്രാം ജനറൽ കൺവീനറുമായ ഡോക്ടർ എസ് രശ്മി ടീച്ചറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് 11ാം ദിനത്തിൽ നമ്മുടെ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ ബാബു രാമചന്ദ്രൻ ആണ്. മാധ്യമപ്രവർത്തകനായും എഴുത്തുകാരനായും ഒക്കെ നമുക്ക് വളരെ പരിചിതനായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ലോക ചരിത്രം ഒരു കഥ പോലെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് വല്ലാത്തൊരു ഫീലിംഗ് നൽകുന്ന വല്ലാത്തൊരു കഥയുടെ അവതാരകനും അതിന്റെ എഴുത്തുകാരനും ഒക്കെയായ അദ്ദേഹത്തെ ഏറെ സ്നേഹ ബഹുമാനങ്ങളോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. സ്വാഗതം സർ. സ്വാഗതം. KFL സാഹിത്യോത്സവം 51ന്റെ 11ാം അധ്യായത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥി മാധ്യമരംഗത്ത് ഏറെ ശ്രദ്ധേയനായ ശ്രീ ബാബു രാമചന്ദ്രൻ സാറാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് സംപ്രേഷണം ചെയ്യുന്ന വല്ലാത്തൊരു കഥയുടെ അവതരണത്തിലൂടെ ഏറെ ശ്രദ്ധേയമായ വ്യക്തിത്വം. ചരിത്രം കേൾക്കാൻ മടിയുള്ളവരെ പോലും പിടിച്ചിരുത്തുന്ന അവതരണ ശൈലിയിലൂടെ അദ്ദേഹം വേറിട്ട് നിൽക്കുന്നു. വാർത്താമാധ്യമ രംഗത്ത് വ്യത്യസ്തമായി നിലകൊള്ളുന്ന പരിപാടികളിലൊന്നായ വല്ലാത്തൊരു കഥ ഇന്ന് പുസ്തക രൂപത്തിലും ലഭ്യമാണ്. വിവിധ വിഷയങ്ങളിലെ സമഗ്ര പഠനം ഉൾപ്പെടുത്തുന്ന വല്ലാത്തൊരു കഥ ഇന്ന് 3ാം ഭാഗത്തിലെത്തി നിൽക്കുന്നു. വിവിധ ഭാഷകളിലെ പ്രണയ കവിതകളെ സമാഹരിച്ചുകൊണ്ട് ലോക പ്രണയ കവിതകൾ എന്ന പുസ്തകം ഇറക്കി. തസ്ലീമ നസ്റിന്റെ മൈ പ്രിസണേഴ്സ് പോയംസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. ഗ്രീൻ ബുക്സിന് വേണ്ടി മരണത്തിന്റെ പുസ്തകം എന്ന ലേഖന സമാഹാരം അദ്ദേഹം എഴുതി. ഒട്ടനവധി പുസ്തകങ്ങളുടെ രചയിതാവ് എന്ന നിലയിലും മാധ്യമരംഗത്ത് തിളങ്ങി നിൽക്കുന്ന വ്യക്തി എന്ന നിലയിലും സുപ്രസിദ്ധി ആർജിച്ച ശ്രീ ബാബു രാമചന്ദ്രൻ സാറിനെ ഏറെ സ്നേഹപൂർവ്വം KFL വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ തുടങ്ങാം. ഞാനും ഒരു ഇന്ററാക്ഷൻ എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പം ഞാൻ ഓൺലൈൻ ഒരുപാട് പരിപാടികൾ അങ്ങനെ പങ്കെടുത്ത് ശീലമില്ല. അപ്പം യന്ത്രങ്ങൾ അത്ര പരിചിതമായിട്ടുള്ള സാധനങ്ങളല്ല. അപ്പം ഞാൻ വിചാരിച്ച കുറെ കൂടെ ആൾക്കാരെ കാണാൻ പറ്റുമെന്നായിരുന്നു. പക്ഷെ ഇതിന്റെ സാങ്കേതികത്വം കാരണം കാണാനുള്ളൊരു സംവിധാനം കുറവാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അങ്ങനെ സുദീർഘമായിട്ട് പ്രഭാഷണങ്ങൾ നടത്തി പരിചയമുള്ള ഒരാളൊന്നുമില്ല ഞാൻ. അപ്പം കുട്ടികളുമായിട്ട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാം, അല്ലെങ്കിൽ ഒരു സെഷൻ ഇന്ററാക്റ്റീവ് ആക്കാം എന്നേ ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം കുറച്ചുകൂടി ഒന്ന് ഇന്ററാക്റ്റീവ് ആയിരുന്നെങ്കിൽ സെഷൻ എങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഓക്കെ സാർ, അങ്ങനെ ചെയ്യാം. സാഹിത്യോത്സവത്തിന്റെ ഈ വേദി അനശ്വരമാക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബാബു രാമചന്ദ്രൻ സാറാണ്. സാറുമായി സംസാരിക്കുവാനും നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും പങ്കുവെക്കുവാനുമുള്ള സമയമാണ്. ഈ സുവർണാവസരം സജീവമാക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. നമുക്ക് മിണ്ടിയും പറഞ്ഞു പോകുന്നതാണ് നല്ലത്. ഞാനായിട്ട് ഇവിടെ നിന്ന് ഗിരിപ്രഭാഷണങ്ങൾ നടത്തുന്നില്ല. എല്ലാവർക്കും ആരൊക്കെ ഉള്ളതെന്ന് പോലും എനിക്കറിയില്ല. 10-80 വരെ കാണുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വേണമെങ്കിൽ ആദ്യം പറയാം. നിങ്ങളിൽ എത്ര പേർക്ക് എൻ്റെ പ്രൊഫൈൽ അറിയാമെന്നോ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് അറിയാമോ എന്ന് എനിക്കറിയില്ല. പരിപാടി കാണുന്നവരും കാണാത്തവരായിട്ടുള്ള ആളുകൾ ഈ ഒരു ഓഡിയൻസിൽ ഉണ്ടാകാം. ഞാൻ ബേസിക്കലി ഞാനൊരു എഞ്ചിനീയറാണ്. ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയിരുന്നു കുറച്ചധിക കാലം. അപ്പം 2003 മുതൽക്ക് 2014 വരെയുള്ള കാലം എഞ്ചിനീയറിംഗ് മേഖലയിലായിരുന്നു ജോലി. ഏകദേശം ഒരു 10-12 വർഷം എന്താ പറയാ, നമ്മുടെ നാട്ടിലെ എണ്ണക്കിണർ എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്ത് ആയിരുന്നു ജോലി. അപ്പം അതിൽ ഒരു എഞ്ചിനീയർ ആയിരുന്നു.
ഇന്ത്യയിൽ ONGC എന്ന് പറയുന്ന സ്ഥാപനം എവിടെയൊക്കെ എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ടോ അവിടെയൊക്കെ ജോലി ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളൊക്കെ അങ്ങനെ പോകാൻ പറ്റി. പിന്നീട് വിദേശത്തുള്ള പല എണ്ണ ഖനന കമ്പനികളിലും ജോലി ചെയ്തു. അങ്ങനെ ആദ്യകാലത്ത് മിഡിൽ ഈസ്റ്റിലായിരുന്നു, പിന്നീട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ കുറച്ച് സ്ഥലങ്ങളിൽ ജോലി ചെയ്തു, പിന്നീട് ആഫ്രിക്കയിലായിരുന്നു അവസാനത്തെ കുറച്ചു കാലം. അങ്ങനെ കുറച്ച് രാജ്യങ്ങളിൽ ജോലി ചെയ്തു. അങ്ങനെ കുറെ കഴിഞ്ഞിട്ടാണ് നമുക്ക് മലയാളികളായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴത്തെ മലയാളികൾക്ക് അങ്ങനെ ഒരു ബേസിക് ഉണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം ഇപ്പോഴത്തെ ആളുകളുടെ ഒരു വളർന്നു വരുന്ന രീതിയൊക്കെ വ്യത്യാസമുണ്ട്. ഞാനിപ്പോ ഒരു 80കളിൽ ജനിച്ച് 90കളിൽ ബാല്യം പിന്നിട്ട ആൾക്കാർക്കുള്ള ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം കേൾക്കാൻ പറ്റാതിരുന്ന വലിയ പ്രശ്നമാണ്. അതുപോലെ പത്രം വായിക്കാൻ കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുപോലെ മലയാളികളുടെ സംസാരിക്കാൻ പറ്റിയില്ല പ്രയാസമാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒന്നിച്ച് വന്നപ്പോഴാണ് ആ ജോലി, അത്യാവശ്യം ശമ്പളമുള്ള ജോലിയായിരുന്നെങ്കിലും അതങ്ങ് ഉപേക്ഷിച്ച് കളയാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ വേറെ ഒരു ജോലി നാട്ടിൽ ഉണ്ടായിട്ടല്ല ഉപേക്ഷിച്ചു നാട്ടിലേക്ക് വന്നു. അങ്ങനെ നാട്ടിലേക്ക് വന്നിട്ട് ഇവിടെ കുറച്ചു കാലം ഇരുന്നപ്പോഴേക്കും പത്തായത്തിലെ നെല്ലൊക്കെ തീർന്ന അവസ്ഥയായി. അപ്പം കുറച്ച് കഴിയുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. അപ്പം പ്രവാസികളായിട്ട് തിരിച്ചു വരുന്ന ഒരുവിധം മലയാളികൾക്കൊക്കെ പറ്റുന്ന അബദ്ധം എനിക്കും പറ്റി. ഞാനൊരു ബിസിനസ് തുടങ്ങി. അങ്ങനെ അത് 8 നിലയിൽ പൊട്ടി എന്നൊക്കെ പറയാം. അങ്ങനെ കുറച്ച് പൈസ കയ്യിൽ നിന്ന് പോയപ്പോൾ സമാധാനമായി, അത് അവസാനിപ്പിച്ചു. ഒരു സ്റ്റോപ്പ് ലോസ് എന്നൊക്കെ പറയും പോലെ ഒരു 10-30 ലക്ഷം രൂപ പൊട്ടി കിട്ടിയപ്പോൾ സമാധാനമായി. അങ്ങനെ അത് നിർത്തി. പിന്നീടാണ് ഒരു ജോലി അത്യാവശ്യമാണ്, എന്താ പറയാ, ഉദരപൂരണം എന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെയാണ്. എനിക്ക് ജേർണലിസം ഡിപ്ലോമ ഇല്ല. എന്റെ അച്ഛനും അമ്മയും ഒക്കെ, ഞാൻ BEd കോളേജിൽ നിന്നിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന കാരണം എന്ന് വെച്ചാൽ ഞാൻ അധ്യാപകരുടെ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എന്റെ അച്ഛൻ മാഷായിരുന്നു, മലയാളം മാഷായിരുന്നു. അമ്മ സയൻസ് ടീച്ചറായിരുന്നു. എന്റെ അനിയത്തി ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പം ടീച്ചർമാരുടെ ഒരു വലിയ കുടുംബമാണ് ഞങ്ങളുള്ളത്. അപ്പം അതിൽ നിന്ന് വഴിതെറ്റിപ്പോയി എഞ്ചിനീയറായ ആദ്യത്തെ ആൾക്കാരിൽ ഒരാളാണ്. അപ്പം ടീച്ചർമാരോട് എനിക്കിപ്പോഴും അന്നും ഇന്നും, ഞാനൊരു മലയാളം മീഡിയത്തിൽ തന്നെ പൂർണ്ണമായിട്ടും പഠിച്ച് 10ാം ക്ലാസ് വരെ പഠിച്ച് പിന്നീട് കോളേജിൽ പ്രീ ഡിഗ്രിയുടെ അവസാനത്തെ 2ാമത്തെ ബാച്ചാണ്. ഞാൻ കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. രാമനാട്ടുകരയിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ. അപ്പം കോഴിക്കോടായിരുന്നു ജനിച്ചു വളർന്നതൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നാട്ടിൽ വരുന്നത്. അപ്പം ഇവിടെ വന്നിട്ട് ജേർണലിസ്റ്റ് ഡിപ്ലോമ ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ പത്രം വായിച്ചതിന്റെ ഒരു പരിചയവും നമ്മളെ ഭാഷ കൈകാര്യം ചെയ്തതിന്റെ ഒരു പരിചയമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടും വിവർത്തനത്തിൽ കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ടും ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു നോൺ ജേർണലിസ്റ്റിക് പൊസിഷനിലാണ് ആദ്യം കിട്ടുന്നത്. അപ്പൊ അത് ചെയ്ത് ഒരു 6 മാസം അവിടെ എങ്ങനെ ചെലവിട്ടപ്പോൾ ആ ഒരു ആവാസ വ്യവസ്ഥയിൽ എന്താ നടക്കുന്നത് മനസ്സിലായി ഏകദേശം. അപ്പം നമ്മള് നിരീക്ഷണങ്ങളാണല്ലോ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്ക് അവസരങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ തേടി വരില്ല, നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് പോകണം എന്ന് പറയുമല്ലോ. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന ജോലി ചെയ്തിരുന്നത് വെറും സാങ്കേതികമായിട്ടൊരു ജോലിയായിരുന്നെങ്കിൽ കൂടി അവിടെ നടക്കുന്ന ജേർണലിസ്റ്റിക് ജോലികൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനങ്ങനെ അത് അവര് ചെയ്യുന്നതും അവർ എഴുതുന്നതും ഒക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്താണ് അവർ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിനെയൊക്കെ ഒന്ന് അനുകരിക്കാനുള്ള ശ്രമം നടത്തി ഒരു ആർട്ടിക്കിൾ എഴുതി. അങ്ങനെ അവരോട് ചോദിച്ചു, ഇങ്ങനെ എന്റെ ആർട്ടിക്കിളും കൂടെ ഒന്ന് പബ്ലിഷ് ചെയ്യാമോ, എന്താണ് അവസ്ഥ, കൊള്ളാമെങ്കിൽ മാത്രം എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ അത് പബ്ലിഷ് ചെയ്തു. പക്ഷെ വെബ് എന്ന് പറയുന്ന ഒരു പ്രകാശന മാധ്യമത്തിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിന്റെ ഔട്ട്പുട്ട് നമുക്ക് വളരെ പെട്ടെന്ന് അറിയാൻ പറ്റും. ഒരു തരത്തിലുള്ള ഒരു ഗൂഗിൾ എന്താ പറയാ ഒരു മെക്കാനിസം ഉണ്ട്. നമുക്ക് നമ്മൾ എഴുതുന്ന സാധനങ്ങൾ ആളുകൾ എത്രമാത്രം വായിക്കുന്നുണ്ട് എന്ന് അപ്പൊ തന്നെ അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ എഴുതിയ സാധനം ആൾക്കാർ വായിക്കുകയും പിന്നീട് എഴുതാൻ തുടർച്ചയായിട്ട് അവസരങ്ങൾ കിട്ടുകയും ആ അവസരങ്ങളുടെ ബലത്തിൽ പിന്നീട് ഒരു വീഡിയോ പ്രോഗ്രാം ചെയ്യാനുള്ള അവസരം കിട്ടുകയും അതിൽ തുടങ്ങി പിന്നീട് ഞാൻ 2020 ജൂലൈയിലാണ് വല്ലാത്തൊരു കഥ എന്ന പരിപാടി തുടങ്ങുന്നത്. അത് ഒരു പുതിയൊരു വീഡിയോ പ്രോഗ്രാം തുടങ്ങാൻ ഒരു ആശയം പറയുക എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങിയൊരു സാധനമാണ്. എനിക്ക് തന്നെ അറിയില്ല, എനിക്ക് വീഡിയോ പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ ജേർണലിസത്തിലോ അല്ലെങ്കിൽ ന്യൂസ് ഗ്യാതറിങ്ങിലോ ഒന്നും തന്നെ പരമ്പരാഗതമായിട്ടുള്ള ഒരു പരിശീലനം കിട്ടിയിട്ടില്ല. പക്ഷേ ഞാനങ്ങ് തുടങ്ങി. നമുക്ക് കാണാൻ ആഗ്രഹമുള്ള സാധനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള ധാരണയുടെ പുറത്തങ്ങ് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. പിന്നെ ഓരോ എപ്പിസോഡിലും പഠിച്ച് മുമ്പൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, ഇപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ട്. എന്നാലും പരമാവധി എന്താ പറയുക ഗവേഷണം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കോളേജിൽ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും പരിപാടി. ചരിത്രത്തിലെ ഇവന്റുകളെ, വ്യക്തികളെ, സംഭവങ്ങൾ അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ മുന്നത്തെ ആഴ്ച ഇറാനെ പറ്റിയിട്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ 1ാം ലോക മഹായുദ്ധം തുടങ്ങിയത് ഏതൊരു ഒരു കൊലപാതകത്തിന്റെ പേരിലാണ്. അപ്പൊ അതിന്റെ ഒരു ചരിത്രമായിരുന്നു. ഈ ആഴ്ച ടാഗോറിനെ പറ്റിയിട്ടാണ് നാളെയുള്ള എപ്പിസോഡ്. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പലരും പ്ലാൻ ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് എന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആമുഖം എന്നുള്ള എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇവിടെയുള്ള കുട്ടികൾക്ക് പലതരത്തിലുള്ള താല്പര്യങ്ങളുള്ളവരായിരിക്കും. അവർക്ക് പലതരത്തിലുള്ള കൗതുകങ്ങളും ചിലപ്പോൾ പത്രപ്രവർത്തന മേഖലയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മാധ്യമ രംഗത്തെ കുറിച്ചോ ഉണ്ടാവാം. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഒക്കെ ഉള്ളൊരു വേദിയായിരിക്കാം ഇതെന്ന് ഞാൻ കരുതുന്നു. ബാക്കി
നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ തുടരും. ഗുഡ് ഈവനിങ് സാർ. ഉം. എൻ്റെ പേര് വിനയപ്രിയ. ഞാൻ കുന്നം KCT വിദ്യാർത്ഥിനിയാണ്. ഓ. സാറിന്റെ വല്ലാത്തൊരു കഥയാണ് എന്നൊരു പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ സാറിന്റെ ഒരു പ്രസന്റേഷൻ ആണ് ശരിക്കും ആളുകളെ പിടിച്ചിരുത്തുന്നത്. എനിക്ക് സാറിന്റെ അടുത്ത് നിന്ന് അറിയാനുള്ള ഒരു കാര്യം, ഈ കഥ കേൾക്കാന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ കഥ പറയുക എന്നുള്ളത് ഈ കഥ കേൾക്കുന്നതിന്റെ അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോ സാർ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കഥയില് ആൾക്കാരെ പിടിച്ചിരുത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. സാർ അതെങ്ങനെയാണ് അത് സാധിച്ചെടുക്കുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് കൊണ്ടുപോകാൻ പറ്റുന്നത് എങ്ങനെയാണ്? പ്രത്യേകിച്ചും സാറിന്റെ ആ ശബ്ദത്തെ തന്നെ ആരാധിക്കുന്ന ധാരാളം ആളുകളുണ്ടല്ലോ സാർ. ഓക്കെ. അല്ല, അത് എന്തായാലും അടിസ്ഥാനപരമായിട്ട് നമുക്കൊക്കെയുള്ള ഒരു സാധനം കൗതുകമാണ്. ആ കൗതുകത്തെ നമ്മൾ അവസാനം വരെ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ള ഒരു ഫോർമുല മാത്രമാണ് ഞാൻ എടുക്കാറുള്ളത്. ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ള വീഡിയോസിലൊന്ന് വീരപ്പനെ കുറിച്ചുള്ള ഒരു എപ്പിസോഡാണ്. വീരപ്പൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് അല്ലെ. വീരപ്പൻ്റെ ഒരു കഥകളൊക്കെ എല്ലാവർക്കും അറിയാം. ഒരുപാട് ഡോക്യുമെന്ററികൾ വന്നിട്ടുണ്ട്, സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പൊ എന്താണ് ഇനിയിപ്പം ഞാനിപ്പോ ഒരു പുതിയതായിട്ട് കഥ പറയാൻ പോകുമ്പോൾ എന്താണെന്ന് പറയാൻ പറ്റുക? അപ്പൊ ഞാൻ ഈ സിനിമകളിലും ഡോക്യുമെന്ററികളിലും ഒക്കെ കണ്ടിട്ടില്ലാത്തൊരു അപ്രോച്ച് പിടിച്ചാലേ പുതുതായിട്ട് കാണുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ നമ്മളെപ്പോഴും ഒരു തരത്തിലുള്ള ഒരു കൗതുകം, ഒരു ഉദ്വേഗം നിലനിർത്തിക്കൊണ്ടേ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി വരാൻ പോകുന്നത് എന്താണ്, ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് ആളുകൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കണം. അപ്പൊ ഞാൻ ആ എപ്പിസോഡ് തുടങ്ങുന്നത് വീരപ്പനെ എൻകൗണ്ടർ ചെയ്ത് കൊല്ലുന്ന ഒരു സീനുണ്ട്. അത് വളരെ ഗ്രാഫിക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പുസ്തകത്തിനകത്തുണ്ട്. ചേസിങ് എ ബ്രിഗൻഡ് എന്നൊരു പുസ്തകം, വിജയാനന്ദ സാർ എഴുതിയ പുസ്തകമാണ്. അപ്പൊ ആ ഓപ്പറേഷൻ നയിച്ച ആള് തന്നെ എഴുതിയ പുസ്തകം. അപ്പൊ അതിലിങ്ങനെ ഓരോ മൊമെന്റ് ബൈ മൊമെന്റ് ആയിട്ട് ഇവന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മളെ മെയിൻ ഒരു കഥയുടെ പ്രധാന അംശം എന്ന് പറയുന്നത് ഈ ഉദ്വേഗം എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാം, സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു പ്രധാന കാര്യം. നമ്മൾ കുട്ടികൾക്ക് പണ്ട് അമ്മൂമാരൊക്കെ കഥ പറയുമ്പോഴൊക്കെ ഉള്ള ഒരു കാര്യം, അവർക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. ഓരോ ടേണിലും എന്തെങ്കിലും പൊളിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ കേസിലും ഞാൻ എടുത്തത് ഒരു ആംബുലൻസ് ഇങ്ങനെ കടന്നു വരുന്നു. ആംബുലൻസ് ഒരു ഹൈവേയിലൂടെ കടന്നു പോകുന്നു. ആ കടന്നു പോകുന്ന ആംബുലൻസ് മുന്നിൽ പെട്ടെന്ന് ഒരു കരിമ്പ് ലോറി മറിഞ്ഞു കിടക്കുന്നു. അതിലേക്ക് വന്ന് ബ്രേക്ക് ഇട്ട് നിൽക്കുന്നു. അപ്പോഴേക്കും നാലുപാട് ലൈറ്റ് കത്തുന്നു. ഇങ്ങനെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് നേരിട്ട് കാണുന്ന ഒരു അനുഭൂതി ഉണ്ടാക്കാൻ അങ്ങനത്തെ ഒരു ലാംഗ്വേജ് ആയിരിക്കും. നമ്മളിപ്പോ പുസ്തകത്തിൽ എഴുതുന്നതും ഒരു ലേഖനം എഴുതുന്നതും അതൊരു ലിഖിത ഭാഷയാണ്. അതേസമയം നമ്മളൊരു വിഷ്വൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നതും, എന്റേത് ഒരു വിഷ്വൽ സ്ക്രിപ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം വിഷ്വൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് വിഷ്വൽസിന്റെ സാധ്യതകളോട് ഉപയോഗിക്കാൻ പറ്റും. എൻ്റെ ഒരു മോണോലോഗ് ബേസ്ഡ് പ്രോഗ്രാം. അപ്പൊ ഞാൻ വിഷ്വൽസിന്റെ സാധ്യതയൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്റെ ഏകദേശം ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയാൻ പറ്റും. നിങ്ങൾ കണ്ണടച്ചിരുന്നത് കേട്ടാലും നേരിട്ട് കാണണ്ടാലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ എന്റെ പരിപാടി കാണുന്ന കാഴ്ച പരിമിതരായിട്ടുള്ള ഒരുപാട് പേര് വേറെ ഉണ്ട്. അപ്പൊ അവരെന്നോട് സംസാരിക്കാറുണ്ട്. അപ്പൊ അവരോട് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് പലപ്പോഴും പലതും വിഷ്വലായിട്ട് ഉള്ള പ്രോഗ്രാം, സിനിമകൾ പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റാറില്ല. കാരണം അതിൽ പലതും വിഷ്വൽ റെഫറൻസസ് ഉണ്ടാവും, ഞങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല. അപ്പൊ സാറിന്റെ പ്രോഗ്രാം ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന്റെ അതിൽ അങ്ങനത്തെ വിഷ്വൽ റെഫറൻസസ് കുറവാണ്. സാറ് വിശദീകരിക്കും എല്ലാം, ഇങ്ങനെ പറയുമെന്ന് പറയും. അപ്പൊ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, അവരെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ സ്ക്രിപ്റ്റ് പലപ്പോഴും എഴുതുന്നത്. കാഴ്ച പരിമിതരായിട്ട് ആളുകൾക്ക് പോലും ഇത് കാണുമ്പോൾ അത് വിഷു. അപ്പൊ നമ്മളിങ്ങനെ ഓരോ അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്നുള്ളതാണ് അടുത്ത സാധനം. നമ്മളൊരു സാധനത്തെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിന്റെ ബോറടിപ്പിക്കാത്ത രീതിയിലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതിന്റെ ഡീറ്റെയിലിംഗ് നടത്തി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഉദാഹരണത്തിന് ഇപ്പം വീരപ്പന് പറയുമ്പോൾ വീരപ്പന്റെ പ്രകൃതം എന്താണ്? അയാളെ സാധാരണ നമ്മൾ വീരപ്പൻ എന്ന് പറയുമ്പോൾ കപ്പടാമീശക്കാരനായിട്ടുള്ള തോക്കും പിടിച്ചെക്കുന്ന ഒരു പട്ടാള പോലത്തെ ഡ്രസ്സ് ഇട്ടിട്ടുള്ള നടക്കുന്ന ആളാണെന്നുള്ള നമ്മൾ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ആ ആംബുലൻസിന്റെ അകത്തിരുന്ന് വീരപ്പൻ അങ്ങനെ ആയിരുന്നില്ല. മീശയെല്ലാം പഠിച്ച് എന്താ പറയാ, ഒരു സാധാരണ ഡ്രസ്സ് ഇട്ട് അങ്ങനെ കണ്ട് ഞാൻ വീരപ്പനാന്ന് പറയാത്തൊരു പ്രകൃതത്തിലുള്ള ഒരാളായിരുന്നു അതിൻ്റെ അകത്ത് വെടിയിട്ട് മരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ചെറിയ കാര്യം പുസ്തകങ്ങളിൽ ഉണ്ടാവും. ഇപ്പൊ നമ്മള് പുസ്തകങ്ങളുടെ ഒരു ശക്തി അതാണ്. കാരണം നമ്മളിപ്പോ ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് അത് ആ പുസ്തകം വായിച്ചാൽ അല്ലെങ്കിൽ തിരിച്ച് ആ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് സിനിമയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പൊ പുസ്തകങ്ങളിൽ നമുക്ക് ഇഷ്ടംപോലെ ഇനിയും പറയാപ്പെടാത്ത കഥകൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും. അത് കണ്ടെത്തുക, പരമാവധി റെഫറൻസുകൾ എടുക്കുക, അത് വായിച്ച് അതിൽ നിന്ന് കിട്ടുന്ന എന്തായാലും ഒരു 2-3 പുസ്തകമെങ്കിലും ഒരു വിഷയത്തിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ആരും കേട്ടില്ലാത്ത കഥകൾ നമുക്ക് അത് കണ്ടെടുക്കാൻ പറ്റും. ആ കഥകൾ ആൾക്കാരിലേക്ക് എത്തിച്ചാൽ തന്നെ മതി. പിന്നെ അതിനൊരു ഓർഗനൈസ്ഡ് ആയിട്ട് ഞാൻ കഥ പറയുന്നത് കമ്പാർട്ട്മെന്റലൈസ് ചെയ്തിട്ടാണ്. അതായത് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ ഒരു വിഷയം, ഒരു ചെറിയൊരു പോർഷൻ, അതായത് ചെറിയ പോർഷൻ, അതിനെ ഞാൻ ഓരോ കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചിട്ടാണ് പറയുന്നത്. അപ്പം അതാണ് ഞാൻ ശ്രമിക്കുന്നത്. താങ്ക് യു സർ. ഹലോ സാർ,
എൻ്റെ പറഞ്ഞു. പേര് സോജി എന്നാണ്. KUCT കുന്നത്തെ തന്നെ വിദ്യാർത്ഥിയാണ്. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ചരിത്ര സംബന്ധിയായിട്ടുള്ള ആശയങ്ങളെ നീക്കം ചെയ്യുമ്പോൾ വല്ലാത്തൊരു കഥ പോലെയുള്ള പ്രോഗ്രാമുകൾ പ്രതിരോധമായി നിലനിൽക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് സാറിന്റെ ഒരു അഭിപ്രായം, സാർ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്ന് പറയോ? നമ്മുടെ ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം നമ്മള് രാജ്യത്തെ ഒരു 20 സ്ഥലങ്ങളിലെങ്കിലും പേര് മാറിയിട്ടുള്ള കാര്യം അറിയാമല്ലോ അല്ലേ? ഒരുപാട് സ്ഥലങ്ങളുടെ പേര് മാറിക്കഴിഞ്ഞു. ഇപ്പൊ ഹൈദരാബാദിനെ അടുത്ത് ഭാഗ്യനഗർ എന്ന് പേര് മാറ്റാൻ പോവുകയാണോ? അഹമ്മദാബാദ് നമ്മുടെ അലഹാബാദിനെ ഓൾറെഡി പേര് മാറ്റിക്കഴിഞ്ഞു. അത് പ്രയാഗ്രാജായി മാറിക്കഴിഞ്ഞു. അപ്പൊ നമ്മള് ചരിത്രത്തിലെ പല സംഭവങ്ങളും അങ്ങനെയല്ല ഇങ്ങനെയാണ്. ഇപ്പം ഗാന്ധിജി ഓട്ടോറിക്ഷ അടിച്ചിട്ടല്ല മരിച്ചത്, അല്ലെ ഗാന്ധിജി ആത്മഹത്യ ചെയ്ത് എന്തുകൊണ്ടെന്ന് ചോദിക്കുന്ന പാഠപുസ്തകങ്ങളൊക്കെ അങ്ങനെ കണ്ടു കഴിഞ്ഞു. ചരിത്രം വളരെയധികം മാറ്റിമറിക്കപ്പെട്ടു. എല്ലാ കാലത്തും ഇൻഫ്ലുവൻസ് ചരിത്രത്തിൽ അതാത് കാലത്തെ ഗവൺമെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു ഇൻഫ്ലുവൻസ് നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ചരിത്ര പുസ്തകങ്ങളുടെ രൂപത്തിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. പാഠപുസ്തകങ്ങളെ അവർക്ക് മാറ്റാൻ പറ്റും, ചരിത്ര പുസ്തകങ്ങളെ അവർക്ക് മാറ്റി മറിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ പലപ്പോഴും ഞാനിപ്പോ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തപ്പോൾ ഇപ്പം എൻ്റെ മകൻ ക്രൈസ്റ്റ് നഗറിലാണ് പഠിക്കുന്നത്, തിരുവനന്തപുരത്ത്. അപ്പൊ ഞാൻ അവരുടെ ചരിത്ര പുസ്തകം എടുത്ത് നോക്കിയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നൊക്കെ നോക്കുന്നുണ്ടായി. അപ്പൊ എന്നിട്ട് അവരുടെ ഹിസ്റ്ററി ടീച്ചറോടൊക്കെ സംസാരിച്ചു അവസാനം. അപ്പൊ ഞാൻ അവർ പഠിക്കുന്നത് എന്താണ്, അവർക്ക് എങ്ങനെയാണ് ഒരു ഇമ്പാക്ട് കിട്ടുന്നത്, ഈ സാധനം എന്താണെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ക്ലാസ് മുറികളുടെ പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പറയാനുള്ള സമയം ഉണ്ടാവില്ല. ഇത്രയധികം ആൾക്കാർ എൻഗേജ് ചെയ്യണ്ടേ. ഇപ്പം പല ക്ലാസ്സുകളിലും 50-60 കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്രയും പേരെ എൻഗേജ് ചെയ്യുക, അത്രയും എന്താ പറയാ, അത്രയും കുട്ടികളുടെ അറ്റൻഷൻ സ്പാനെ സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറയുന്നത് ഒരു എളുപ്പം. നിങ്ങൾ നാളെ പഠിപ്പിക്കാൻ പോകാനുള്ള ആൾക്കാരാണ്. ചില ക്ലാസ്സുകൾ ഇപ്പം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച ക്ലാസ്സിൽ ഏകദേശം 68 പിള്ളേരുണ്ട്. അപ്പൊ 68 കുട്ടികൾ എന്ന് പറയുന്ന ആളുകൾ 68 കുട്ടികളുടെ അറ്റൻഷൻ സ്പാനിനെ തൃപ്തിപ്പെടുത്തുക എന്ന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പം അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത്രയും വിശദീകരിച്ച് പറയാൻ പ്രയാസമായിരിക്കും എന്നുള്ള ഞാൻ പറയാൻ വന്ന പോയിന്റ്. പിന്നെ പാഠപുസ്തകങ്ങൾ തന്നെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പൊ നമ്മള് ടീച്ചേഴ്സ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ തന്നെ കുറച്ചുകൂടി ഇത് ഉപയോഗിക്കണം. ഞാനിപ്പോ എൻ്റെ മോന്റെ ഒരു മലയാളം പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ അതിൽ കുട്ടിയും അമ്മയും എന്നാണ് പുസ്തകത്തിന് ഒരു കവിതയ്ക്ക് തലക്കെട്ടായിട്ട് അവരെ കാണുന്നത്. അപ്പം ICSEയുടെ 3ാം ക്ലാസ്സിലെ പുസ്തകമാണ്. കുമാരനാശാന്റെ കവിത കുട്ടിയും തള്ളയും എന്നാണ്. അപ്പൊ അതിൽ കണ്ട തലക്കെട്ട് കുട്ടിയും അമ്മയും എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു തള്ള ബാഡ് വേർഡ് ആണ്, അത് പറ്റില്ല, അതുകൊണ്ട് അവർ സിലബസ് അവർ പുസ്തകത്തിൽ കുമാരനാശാനെ തന്നെ അങ്ങ് തിരുത്തി കളഞ്ഞു. അപ്പൊ കുട്ടിയും അമ്മയും എന്നാക്കി കളഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പാഠപുസ്തകങ്ങളൊക്കെ മാറ്റങ്ങൾ ഇന്നസെന്റ് ആയിട്ടോ അല്ല ദുരുപദിഷ്ടമായിട്ടോ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. യഥാർത്ഥ ചരിത്രം എന്താണെന്ന് അറിയാനുള്ള റെഫറൻസുകൾ ഇപ്പോഴും അവൈലബിൾ ആണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് അതിലേക്കൊക്കെ തിരിച്ചു പോകാൻ ഇപ്പോഴും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് പരമാവധി ചരിത്രത്തെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നെഹ്റുവിനെ പറ്റി ഒരു എപ്പിസോഡ് ചെയ്യുന്നത്, നെഹ്റുവിനെ പോലെ കള്ളങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടുള്ള വേറെ മനുഷ്യൻ ലോകത്തില്ല. അപ്പൊ ഞാൻ എപ്പിസോഡ് കാരണം നെഹ്റു എന്നാണ് എഴുതിയത്. അതിന് കാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നെഹ്റു ആണെന്ന ഒരു പ്രചാരണമാണ് അവിടെ നടക്കുന്നത്. അതുപോലെ ഇന്ദിരാഗാന്ധിയെ പറ്റി ആയാലും സത്യങ്ങളായിട്ട് പറയാതെ വളച്ചു കെട്ടി അല്ലെങ്കിൽ ലേച്ചു കൂട്ടി അല്ലെങ്കിൽ പൊലിപ്പിച്ച് കാണിക്കുന്ന ഒരു തരം പ്രചാരണം ഓരോരോ പാർട്ടിയിലെ നേതാക്കളായിരുന്നല്ലോ ഈ രാഷ്ട്ര നിർമ്മാതാക്കളൊക്കെയും. അപ്പൊ അവരെ അധമവൽക്കരിച്ച് കാണിക്കാനുള്ള പല ശ്രമങ്ങളും പല കേന്ദ്രങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പം അതിനെതിരെ ചെറുക്കാനുള്ള ശ്രമം നടത്താറുണ്ട്. ഇപ്പോൾ വേറെ ഉദാഹരണം കൂടെ ഞാൻ പറയാം. അതായത് നമ്മളിപ്പം 2 ഉദാഹരണങ്ങളാണ്, ഒരു 2 ധ്രുവത്തിൽ നിൽക്കുന്ന 2 ഉദാഹരണങ്ങളാണ്. അതായത് ഒന്നെന്ന് പറയുന്നത് മലബാർ കലാപം എന്ന് പറയുന്ന ഒരു സംഭവത്തെ നമ്മൾ വിശദീകരിക്കുമ്പോൾ എങ്ങനെ വിശദീകരിക്കും ഒരു പാഠപുസ്തകത്തിൽ. അതുപോലെ കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തെ നമ്മൾ എങ്ങനെ വിശദീകരിക്കും. ഇത് രണ്ടും വളരെ ഒരു പാഠപുസ്തകത്തിലെ ചില വേദികൾ ഒതുങ്ങാത്ത ചില വിഷയങ്ങളാണ്. അപ്പൊ മലബാർ കലാപത്തെ ഞാൻ 3 ആൾക്കാരോട് ചോദിച്ചപ്പോൾ 3 അഭിപ്രായമാണ് മലബാർ കലാപത്തെ എനിക്ക് കിട്ടിയത്. അതായത് ഒരാള് പറഞ്ഞു മലബാർ കലാപം ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നടന്ന ഒരു സ്വാതന്ത്ര്യ സമരമായിരുന്നു, മലബാർ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. രണ്ടാമതൊരാൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഒരു അഗ്രേറിയൻ റിവോൾട്ടാണ്, അതായത് ജന്മികൾക്കെതിരെ കുടിയാന്മാർ നടത്തിയ സമരമാണ്. മൂന്നാമതൊരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊരു സാമുദായിക ലഹള, ഒരു വർഗീയ ലഹളയായിരുന്നു, ഹിന്ദുക്കൾക്കെതിരെ മുസ്ലിങ്ങൾ നടത്തിയ ഒരു ലഹളയായിരുന്നു. ഇത് മൂന്നുമല്ല മലബാർ കലാപം എന്നുള്ളിടത്താണ് അതിന്റെ യഥാർത്ഥ വായന നിൽക്കുന്നത്. അതൊരു പക്ഷേ ഒരു സ്വാതന്ത്ര്യ സമരമായി തുടങ്ങി ഒരു അഗ്രേറിയൻ റിവോൾട്ടായി വളർന്ന് ചില ഭാഗങ്ങളിലെങ്കിലും ഒരു വർഗീയ ലഹളയായിട്ട് മാറിയ ഒരു സമരമാണ്. അതായത് ഒരു ചട്ടക്കൂടിലേക്ക് നമുക്ക് ഒതുക്കാം. പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാൻ പറ്റുന്നതിന് ഒരു പരിമിതിയുണ്ട്. എനിക്കും പരിമിതിയുണ്ട്. ഞാൻ 45 മിനിറ്റ് കൊണ്ടാണ് ഇതിൽ ഒതുക്കുന്നത്. പക്ഷെ നമുക്ക് ഇനിയും അവിടെയാണ് നമ്മൾ കുട്ടികളെ വിളിച്ചിരുത്തി പാഠപുസ്തകങ്ങൾക്ക് പുറത്ത് ചർച്ചകൾ സംഘടിപ്പിക്കുകയും അവരെ അതിൽ ഭാഗമാക്കുകയൊക്കെ ചെയ്യേണ്ട, അവരെ കൊണ്ട് കൂടുതൽ ചിന്തിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ ടീച്ചേഴ്സിനാണ്. അത് നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സർ. ഹലോ സാർ. സാറേ, എൻ്റെ പേര് പാർവതി. ഞാൻ കുന്നത്തെ ഒരു വിദ്യാർത്ഥിയാണ്.
പറഞ്ഞോളൂ. അപ്പൊ എനിക്ക് അറിയാൻ ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞാൽ സാറിന്റെ വല്ലാത്തൊരു കഥ എപ്പോഴും കുട്ടികളെ ആണെങ്കിലും മുതിർന്നവരെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്താറുണ്ട്. അതിലെ കമന്റ് പോലും വരാറുണ്ട് പുതിയ അറിയേണ്ട ഒരു കാര്യത്തെ പറ്റി. പക്ഷെ സാർ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്ലാസ് മുറികളിൽ ഹിസ്റ്ററി ക്ലാസ്സുകൾ ഒരിക്കലും അത്ര സജീവമാകാറില്ലല്ലോ. നമുക്ക് എപ്പോഴും ഒരു ബോറടിയാണല്ലോ. അപ്പം അധ്യാപക വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ ഞങ്ങളോട് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും സജഷൻസ്, കൂടുതലായിട്ട് കുട്ടികളെ പിടിച്ചിരുത്താൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും? അത് കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടം, ഞാൻ എന്റെ ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച സാറുമാരിലൊക്കെ ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം നർമ്മബോധമാണ്. കുട്ടികൾക്ക് നർമ്മം എപ്പോഴും ഇഷ്ടമാണ്, തമാശകൾ കുട്ടികൾക്ക് ഇഷ്ടമാണ്. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്ടംപോലെ അനക്ഡോട്ടൽ സ്റ്റോറീസ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരുപാട് ഇപ്പം ഞാനിപ്പോ അടുത്ത കാലത്ത് ഒരു കോളേജ് സ്കൂളിൽ പോയിട്ട് നിങ്ങൾ എമർജൻസി എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു അത് കറണ്ട് പോകുമ്പോൾ കത്തിക്കുന്ന സാധനമല്ലേ എന്ന് ചോദിക്കും. അപ്പം എമർജൻസി കറണ്ട് പോകുമ്പോൾ കത്തിക്കുന്ന സാധനമായിട്ട് മാറുന്നതിൽ നമ്മൾ അതിശയിക്കേണ്ട. കാരണം ഇപ്പൊ കുട്ടികൾക്ക്, നിങ്ങൾ എത്ര പേർക്ക് ഇപ്പൊ എമർജൻസി എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് പറയുന്നത് എനിക്കറിയില്ല. അറിയാത്തവരുണ്ടാകാം, ഉണ്ടാകാതിരിക്കും. അത് കുറ്റമോ കുറവല്ല, കുറച്ചു കാലം മുന്നേ നടന്ന സംഭവം ആയതുകൊണ്ട്. അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പിന്നെയും പറയുമായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ പശ്ചാത്തലത്തിലുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറയേണ്ടി. എന്ത് സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മൾ സ്കൂളുകളിൽ ഹിസ്റ്ററി ക്ലാസ്സുകളിൽ അടിയന്തരാവസ്ഥ പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം, എമർജൻസിയെ പറ്റി പറയുന്നുണ്ടാവും. 1975 ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടു പറയുന്നുണ്ടാവാം. പക്ഷെ അതിന്റെ ഒറിജിൻസ് എവിടുന്നാന്ന് ഞാൻ ഇന്ന വരെ എന്റെ സ്കൂളിൽ പഠിച്ചിട്ടില്ല. ബീഹാറിലെ ഒരു LD എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജിലെ ഹോസ്റ്റൽ ഫീസ് 20% വർദ്ധിപ്പിച്ചതിൽ തുടങ്ങിയ ഒരു സമരങ്ങളുടെ പരമ്പരയുടെ അവസാനമായിട്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത്. അതിനൊരു ദീർഘമായിട്ടുള്ള ചരിത്രമാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ 3/4 മണിക്കൂർ 1 മണിക്കൂർ ക്ലാസ്സിനകത്ത് പറയുമ്പോൾ ഉണ്ടാകുന്ന പരിമിതികൾ എല്ലായ്പ്പോഴും ഉണ്ടാവും, എല്ലാ വിഷയത്തിലും ഉണ്ടാവും. അപ്പം കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന രീതിയിൽ അതിനൊരു നാടകമായിട്ടോ അല്ലെങ്കിൽ അതിനെ വേറെ രീതിയിൽ സിനിമകൾ പ്രദർശിപ്പിച്ചോ അങ്ങനെയൊക്കെ അതിന് കുട്ടികളുടെ ഇൻട്രസ്റ്റ് കൊണ്ടുവരാം അതുമായിട്ട് ബന്ധപ്പെട്ടോ. അപ്പം കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടം കഥകളാണ്, കഥ, നാടകം, സിനിമ. ഈ ക്ലാസ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരാൾ പോലും ശ്രദ്ധിച്ചെന്ന് വരില്ല ചിലപ്പോൾ. പക്ഷെ കുട്ടികളുടെ വിശ്വാസം ആർജിക്കാനും കുട്ടികളെ നർമ്മത്തിലൂടെ പിടിച്ചിരുത്താനും പറ്റണം. ഇപ്പൊ എന്ന് വെച്ചാൽ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. എനിക്ക് പോലും ഒരു 10 മിനിറ്റിൽ കൂടുതൽ വാട്സാപ്പ് നോക്കാതിരിക്കാനോ 10 മിനിറ്റിൽ കൂടുതൽ ഫേസ്ബുക്ക്, ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇല്ലാത്തൊരു 80s അമ്മാവനായതുകൊണ്ട് അങ്ങനത്തെ അവിടേക്ക് പോകുന്നില്ല. ഞാൻ മാക്സിമം ഫേസ്ബുക്ക് വരെയൊക്കെ നമ്മൾ സ്റ്റാറ്റസ് നോക്കാം. അങ്ങനത്തെ ആ അറ്റൻഷൻ സ്പാൻ കുറവ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം. നിങ്ങൾ പറയുന്ന ഒരു കാര്യം 10 മിനിറ്റ് കൂടുതൽ കുട്ടികൾ ശ്രദ്ധിക്കില്ല, അവരുടെ മനസ്സ് വേറെ വഴിക്ക് പോകും. അപ്പൊ അതിനെ തിരിച്ചു പിടിക്കണമെങ്കിൽ ആ 10 മിനിറ്റിന്റെ അറ്റൻഷൻ സ്പാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കുക, ഒരു വേറെ എന്തെങ്കിലും ഒരു സാധനം കുട്ടികളെ എല്ലാവരെയും ആക്ടിവിറ്റി പങ്കെടുപ്പിക്കുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിക്കുക, ഫിസിക്കലി എന്തെങ്കിലും ചെയ്യിക്കുക, വീണ്ടും തിരിച്ചു കൊണ്ടുവരിക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. കാരണം പണ്ടത്തെ പോലെ സുദീർഘമായ ക്ലാസ് എടുക്കുന്നു, ഇപ്പൊ 4 പേര് കാണുന്നു, നമ്മൾ കേൾക്കുന്നു, ബാക്കിയുള്ളവർ ഉറങ്ങുന്നു, അങ്ങനത്തെ ക്ലാസ് എടുപ്പ് പോരല്ലോ. ഇപ്പൊ എല്ലാ കുട്ടികളുടെ രക്ഷിതാക്കളും ഒന്നും ചോദിക്കില്ലേ എന്താ എന്റെ കുട്ടി പഠിക്കാത്തതെന്ന്. അപ്പൊ അതുകൊണ്ട് പണ്ടത്തെ പോലെ പണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ ബാക്കിലിരിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളെ ഞങ്ങൾ പഠിച്ചു കഴിയുമ്പോഴേ കണ്ടിട്ടില്ലായിരുന്നു പലരുടെയും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. നിങ്ങൾ PTA വിളിക്കുന്നു, ഫീഡ്ബാക്ക് എടുക്കുന്നു, ഈ ടീച്ചർ പഠിപ്പിക്കാത്തതുകൊണ്ടാണ് എന്റെ കുട്ടി പഠിക്കാത്തതെന്ന് വരെ പറഞ്ഞു കഴിഞ്ഞപ്പം. അപ്പൊ അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം. എല്ലാവരും പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അടിക്കാനും വയ്യ, ഒരു അടി കൊടുക്കാനും പറ്റാത്ത കാലമാണ്. താങ്ക് യു സർ. നമസ്കാരം സാർ. നമസ്കാരം സാർ, എന്റെ പേര് കൃഷ്ണപ്രിയ എന്നാണ്. KCT കുന്നത്തിനുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. ഞാൻ സാറിന്റെ വീഡിയോസ് കാണാറുണ്ട്. എനിക്കത് പല രീതിയിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയാൻ. ഞാൻ PGക്ക് പ്രോജക്റ്റ് എടുത്ത സമയത്ത് KSRTCയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് എടുത്തത്. അപ്പോൾ ആ സമയത്ത് ഗൂഗിളിലും അതുപോലെ തന്നെ കുറച്ച് ബുക്സ് ഒക്കെ റെഫർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ യൂട്യൂബിലും കയറി ഒന്ന് സെർച്ച് ചെയ്തായിരുന്നു. അപ്പോഴാണ് സാറിന്റെ കട്ടപ്പുറത്തെ ആനവണ്ടി എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ഞാൻ കാണുന്നത്. അതിന്റെ മെയിൻ കണ്ടന്റ് ഈ KSRTC നേരിടുന്ന ക്രൈസിസ് ആണെങ്കിൽ കൂടിയും സാർ അതിന്റെ ഒരു ചരിത്രം KSRTC വന്ന ഒരു നാൾ വഴി മൊത്തം പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കത് ഒരു പിക്ചർ കിട്ടി, ഞാൻ എന്താണ് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്നുള്ള ഒരു പിക്ചർ കിട്ടിയ സാറിന്റെ വീഡിയോയിൽ നിന്നാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് പറയുന്നത്, മറ്റു വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടായിരുന്നു, അവരൊക്കെ പൊതുവേ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോകും. പക്ഷെ സാറിന്റെ എക്സ്ട്രാ ഫാക്റ്റുകൾ ഇങ്ങനെ ഒരുപാട് ഞാൻ കണ്ടായിരുന്നു. അത് ഈ വീഡിയോ എന്നല്ല, സാറിന്റെ മിക്ക വീഡിയോസിലും നമ്മൾ എക്സ്ട്രാ ഫാക്റ്റുകൾ ഇങ്ങനെ വസ്തുതകൾ കാണാറുണ്ട്. സാർ എങ്ങനെയാണ്, നിരന്തരമായ വായനയിലൂടെയാണോ അതോ മറ്റെന്തെങ്കിലും സോഴ്സ് വഴിയാണോ സാർ ഈ ഫാക്റ്റുകളൊക്കെ കളക്ട് ചെയ്യാറ്? അത് എങ്ങനെയാണ് ഞാൻ റിസർച്ച് ചെയ്യുന്നത് എന്നുള്ളൊരു ബ്രോഡർ ടോപ്പിക്കിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഞാനിത് എന്തിനാണ് പ്രോഗ്രാം തുടങ്ങിയത് എന്നുള്ളതിന് ആദ്യത്തെ ഒരു ചെറിയ കാര്യം പറയാം. ഞാനൊരു ദിവസം നോക്കുമ്പോൾ എന്റെ മകൻ എന്നെ വിളിച്ചിട്ട്, എന്റെ മകൻ അന്ന് 4-5 വയസ്സുള്ളൂ, എന്റെ മോൻ അന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ആ ഫ്ലൂ എന്നോ അങ്ങനത്തെ ഒരാളുടെ വീഡിയോ. അപ്പം പൃഥ്വിരാജ് ഇല്ലുമിനാറ്റിയാണ്, അതുപോലെ ഏഷ്യാനെറ്റ് ന്യൂസ് ഇല്ലുമിനാറ്റിയാണ്, നാട്ടിലുള്ള എല്ലാ ഇല്ലുമിനാറ്റിയാണ്, ട്രയാങ്കിൾ എവിടെ കണ്ടോ അതൊക്കെ ഇല്ലുമിനാറ്റിയാണ് എന്നൊക്കെ കൊണ്ട് തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം പല വീഡിയോകൾക്കും നമ്മുടെ യൂട്യൂബിലുള്ള പല വീഡിയോസിന് കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവര് കുഴിച്ചെടുത്തു കൊണ്ടുവന്ന പോലെയാണ് കാര്യം പറയുക. മാത്രമല്ല പലതിനും അടിസ്ഥാനം ഉണ്ടായിരിക്കില്ല.
അപ്പൊ ഞാൻ വിചാരിച്ചു, പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, the main drawback of not participating in politics is that you will be ruled by people inferior to you എന്ന് പറയും. നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞവർ നിങ്ങളെ ഭരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ നിങ്ങൾ പങ്കെടുക്കാതിരുന്നുള്ള കുഴപ്പമാണ്. അപ്പൊ നമ്മൾ വീഡിയോ പ്രൊഡക്ഷൻ നടത്തിയില്ലെങ്കിൽ നമ്മളെക്കാൾ ഇൻഫീരിയർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുന്ന വീഡിയോസ് നമ്മളെ പിള്ളേർ കാണേണ്ടി വരും എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. അപ്പൊ ഞാൻ അങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം എന്ന മട്ടിലാണ് തുടങ്ങുന്നത്. അപ്പം എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏഷ്യാനെറ്റിന്റെ സ്റ്റാഫാണ്. അപ്പോൾ ഞാൻ ഇവിടെ ആഴ്ചയിൽ 4 ദിവസം എനിക്ക് വേറൊരു ജോലിയുണ്ട്. ഞാൻ ആർക്കൈവ്സിന്റെ ഡ്യൂട്ടിയുള്ള ഒരാളാണ്. അപ്പോൾ 2 ദിവസം കൊണ്ടാണ് ഞാൻ ആഴ്ചയിൽ ഇത് ഉണ്ടാക്കുന്നത്. പലരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ റിസർച്ച് ടീം വെച്ചിട്ടാണ് പരിപാടി നടത്തുന്നത്. ഇവിടെ റിസർച്ച് ടീമില്ല, ഒന്നുമില്ല. ഞാൻ എന്നൊരു വ്യക്തി മാത്രമേ ഇവിടെ അതുമായിട്ട് ഉത്തരവാദിത്വത്തിലുള്ളൂ. പിന്നെ റിസർച്ച് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ പേരുകൾ നിങ്ങൾ കാണുന്നത്, അവിടെയാണ് അതിലേക്കാണ് ഞാൻ വരുന്നത്. വിജ്ഞാനം ആർജിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് വളരെ എളുപ്പമുള്ളൊരു പണിയാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പൊ ഞാനിപ്പോ 90കളിൽ ഉള്ള ഒരു TV ഒക്കെ വന്ന സമയത്ത്, ഏഷ്യാനെറ്റൊക്കെ വന്ന സമയത്ത് രാവിലെ ശുഭദിനം എന്നൊക്കെ ഒരു പരിപാടി വരുമ്പോൾ അതിൽ അതിഥികളൊക്കെ വരും. ഞാൻ അന്ന് അതിഥികളെ ഇന്റർവ്യൂ ചെയ്തിരുന്ന ആൾക്കാരുടെ അവസ്ഥ ഞാൻ ആലോചിച്ചു. അവരെ പറ്റിയിട്ട് ഇന്റർവ്യൂ പുതിയൊരു വ്യക്തി വരെയാണ്. അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും ഒന്ന് അറിയണമെങ്കിൽ ഒരു വഴിയുമില്ല, ഇന്റർനെറ്റ് ഇല്ല. പുസ്തകങ്ങൾ തപ്പിയെടുത്ത് അത് വായിച്ച് അത് മനസ്സിലാക്കാനുള്ള സമയം അവർക്ക് കിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് അവർക്ക് എടുത്തത്. അപ്പൊ ഇന്നത്തെ കാലം എളുപ്പമാണ്. ഇഷ്ടംപോലെ പുസ്തകങ്ങൾ, ഇഷ്ടംപോലെ ഇന്റർനെറ്റ്, PDF എല്ലാം ഉണ്ട്. പക്ഷെ എനിക്കില്ലാത്തത് വായിക്കാനുള്ള സമയം മാത്രമാണ്. അപ്പൊ എങ്ങനെ ചുരുങ്ങിയ സമയം എടുത്ത് വായിക്കുന്നതാണ്. അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഞാൻ ഇതിനിടയ്ക്ക് മലേഷ്യൻ എയർലൈൻസിന്റെ MH370 വിമാനം മറിഞ്ഞൊരു എപ്പിസോഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഏവിയേഷനെ പറ്റി യാതൊരു ധാരണയും ഇല്ല, സത്യം പറയുകയാണെങ്കിൽ. ഏവിയേഷൻ കൺട്രോളിനെ പറ്റി അറിയില്ല, വിമാനങ്ങളുടെ സാങ്കേതികത്വം അറിയില്ല. അപ്പൊ ഞാനൊരു സാധനം ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ അതവിടെ കിടക്കും. യൂട്യൂബിൽ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ അതിന് ചെയ്യാതിരിക്കാൻ വേണ്ടി ആദ്യം ചെയ്തെന്ന് വെച്ചാൽ, കേരളത്തിലെ 4 എയർപോർട്ടുകളും 3 തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, ഈ 4 എയർപോർട്ടുകളിലെയും ഏവിയേഷൻ കൺട്രോളേഴ്സുമായിട്ട് ബന്ധപ്പെട്ടു. അവരിൽ നിന്ന് ഓരോരുത്തരെ ഞാനൊരു എന്താ പറയാ, ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നത് ഗൂഗിൾ ഡോക്യുമെന്റിലാണ്. ഗൂഗിൾ ഡോക്കിലാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. എന്നിട്ട് ഞാൻ ഈ 4 പേർക്കും ഇതിന്റെ ആക്സസ് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പൊ ഞാൻ ഈ സ്ക്രിപ്റ്റ് ബിൽഡപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അവരത് വായിക്കുകയും അതിൽ തെറ്റുകളുണ്ടോ എന്ന് അവർ പറയുകയും ചെയ്യും. എന്നിട്ട് ചില സാഹചര്യങ്ങൾ, ചില സിറ്റുവേഷൻസിൽ അവർ ഇതിൽ ആക്ച്വലി ഇവിടെ എങ്ങനെ ഒരു ഫാക്ടറോട് ആഡ് ചെയ്താൽ നന്നായിരിക്കും. അതുപോലെ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, പബ്ലിക് ഡൊമൈനിലുള്ള എക്സ്പെർട്ടൈസിനെ ടാക്കിൾ ചെയ്യാന്നുള്ളതാണ്. നമ്മളിപ്പോ ഏത് വിഷയം എടുത്താലും നല്ല വിവരമുള്ള ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലെ ആൾക്കാരായിട്ട് ബന്ധപ്പെടാനുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ ആളുകളായിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് ആർക്കും അറിയാമോ, ഇതിനെ സഹായിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുക. സിമ്പിളാണ്. ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും ഒരുപാട് പേര് വന്ന് സഹായിക്കാറുണ്ട്. അവര് ഈ പറഞ്ഞ പോലെ ഗൂഗിൾ ഡോക്യുമെന്റ് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും. അവര് ഒരാൾ കഴിയുന്ന പോലെ എന്റെ സ്ക്രിപ്റ്റ് വായിച്ച് തെറ്റുകൾ തിരുത്തി തരും. അതിൽ സജഷൻസ് പറയും, ഇന്ന പുസ്തകത്തിൽ ഇന്ന സാധനമുണ്ട്, അതിവിടെ ആഡ് ചെയ്താൽ ഇവിടെ റെലവെന്റ് ആയിരിക്കും. അങ്ങനെ ഒരു എന്റെ ഒരാഴ്ചയിലെ ഫ്രീ ടൈം എല്ലാം, അതായത് രാവിലെ ഒരു 8 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് കിട്ടുന്ന സമയത്തിലെ എന്റെ സ്വകാര്യ സമയത്തിലെ ഫ്രീ ടൈം എല്ലാം കൂടി ചേർത്ത്, ഉറങ്ങാനുള്ള സമയം കഴിച്ചുള്ള ബാക്കി സമയം എല്ലാം കൂടി ചേർത്ത് ഇതിങ്ങനെ തുടർച്ചയായിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരാഴ്ച. അതിനുശേഷമാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരാഴ്ചത്തെ ഈ തെറ്റുതിരുത്തലും എഴുതലും കൂട്ടിച്ചേർക്കലും കഴിക്കലും എല്ലാം ചേർന്ന ഒരു പ്രൊഡക്റ്റാണ് സ്ക്രിപ്റ്റ് എന്നുകൊണ്ട് അവസാനം ഉണ്ടാകും. ഈ സ്ക്രിപ്റ്റ് ഞാൻ വായിക്കുകയാണ് ചെയ്യുന്നത് പ്രോംപ്റ്റർ വെച്ചിട്ട്. ഞാനത് അപ്പോൾ ഇരുന്ന് കഥാപ്രസംഗം നടത്തുകയല്ല, അത് പ്രോംപ്റ്ററിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്, അത് ഞാൻ വായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന ഓരോ വാക്കും ഒരു സ്ക്രിപ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു 10-12 പ്രാവശ്യമെങ്കിലും വായിക്കപ്പെട്ട ഒരു സാധനമാണ്. ഒരു 10-20 പേരെങ്കിലും വായിച്ചിട്ടുള്ള ഒരു സാധനമായിരിക്കും. അപ്പൊ അത്രയും പേരുടെ കണ്ണിൽ പെടാതിരുന്ന തെറ്റ് മാത്രമേ അതിൽ നിന്ന് അങ്ങോട്ട് വരും. അപ്പൊ ആ പ്രോസസ്സ് പക്ഷെ എല്ലായ്പ്പോഴും ഒരുപോലെ എഫക്റ്റീവായിട്ട് നടന്നോളുന്നില്ല. അത്രയും ആൾക്കാരെ എല്ലാ പ്രാവശ്യം കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ എന്നാലും ഒരുവിധം 5-6 ആളെങ്കിലും നോക്കാതെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ ഇതുവരെ വിട്ടിട്ടില്ല. ഇതേവരെ 194 എപ്പിസോഡ്, 195 എപ്പിസോഡായി. ഇതുവരെയും മർമ്മപ്രധാനമായിട്ടുള്ള ഭീമൻ ബ്ലണ്ടറുകളൊന്നും എൻ്റെ അടുത്ത് സംഭവിച്ചു. തെറ്റുകൾ മനുഷ്യർക്ക് വരാം, ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരാം, നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും വന്നിരിക്കും. അതല്ലാതെ അങ്ങനത്തെ ഒരുപാട് വലിയ മിസ്റ്റേക്ക് വരാതിരിക്കാനുള്ള ഒരു കാരണം ഇതൊരു 4-5 പേര് വായിച്ച ശേഷം വരുന്ന ഒരു സാധനമായതുകൊണ്ട്. മനസ്സിലായില്ല? അങ്ങനെ ആളുകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ റിസർച്ചിന് ഉപയോഗിക്കാൻ പറ്റുന്ന വഴി. പിന്നെ മാർഗങ്ങൾ പലതുണ്ട്. പുസ്തകം മാത്രമല്ല, പോഡ്കാസ്റ്റ് ഉണ്ട്. നാട്ടിൽ ഇഷ്ടംപോലെ പോഡ്കാസ്റ്റുകൾ ആൾക്കാർ ഓരോ വിഷയത്തിലും വിടുന്നുണ്ട്. ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിലൊക്കെ നോക്കി കാണാം. പിന്നെ അക്കാഡമിയ എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് റിസർച്ച് പേപ്പേഴ്സ്, റിസർച്ച് ഗേറ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് ഇന്ത്യൻ സൈറ്റ് ആയിട്ടുള്ള ശോധ് ഗംഗ എന്നൊരു സൈറ്റ് ഉണ്ട്. അതിൽ ഇഷ്ടംപോലെ ഡോക്ടറൽ തിസീസസ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ അല്ലാതെ നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഒരാളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഹൈപ്പർ ലിങ്ക് പോലെയാണ്. നമുക്ക് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലിങ്ക് വരും, അതിൽ നിന്ന് വേറെ ലിങ്ക് വരും എന്നല്ല. ഒരാളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ വേറെ 4 ആളുടെ കണക്ഷൻ നമുക്ക് തരും. ആ 4 ആളിൽ നിന്ന് 16 ആൾ എന്നുള്ള മറ്റേ രാമായണത്തിൽ അമ്പ് വിടും പോലെയാണ് നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ
കണക്ട് ചെയ്യാൻ പെട്ടെന്ന് പറ്റും, വളരെ വളരെ പെട്ടെന്ന് ഇപ്പോഴത്തെ കാലത്ത് പറ്റും. ഫോൺ ചെയ്യാൻ പൈസ ഒന്നും ഇല്ലല്ലോ, ഇപ്പോൾ ചിലവൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കും, നമ്മളതിന് മെനക്കെടണമെന്ന് മാത്രം. അതാരും ചെയ്യാറില്ല യൂട്യൂബ് വീഡിയോസ് എടുക്കുമ്പോൾ എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. ഞാനത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു സർ. സാർ നമസ്കാരം, എൻ്റെ പേര് പ്രവീൺ എന്നാണ്. ഞാൻ KSCT കുന്നത്ത് തന്നെ ഒരു വിദ്യാർത്ഥിയാണ്. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ചോദിക്കാനുള്ള ആദ്യം മാധ്യമങ്ങളെ പറ്റിയാണ്. പൊതുവായിട്ടുള്ള ഒരു ചോദ്യമാണ്. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തിനെ ഓഡിറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ മാധ്യമങ്ങളെ ഓഡിറ്റ് ചെയ്യാൻ ഇന്നൊരു സംവിധാനമില്ല. അപ്പൊ അതിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട്? അത് സാറിന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ കൊള്ളായിരുന്നു. SFI ആണോ KSU ആണോ? അല്ല, ഞാൻ പാർട്ടി പറയുന്നില്ല. അല്ല, ഓക്കെ. ഞാൻ പറഞ്ഞത് ആ ചോദ്യം ഞാൻ എവിടെ ചെന്നാലും നേരിടുന്ന ഒരു ചോദ്യമാണ്. മാധ്യമങ്ങളുടെ ഓഡിറ്റിങ്ങിന് മുമ്പ് ഞാനൊരു നിങ്ങൾക്കൊരു നിലവിലെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മാധ്യമ സംവിധാനത്തിന്റെ ഒരു രീതി പറഞ്ഞു. നിങ്ങൾക്ക് അറിയണ്ടാവും, ഓൾറെഡി അറിയുന്നുണ്ടാവും, പലർക്കും അറിയാത്തവർക്കായിട്ട് പറഞ്ഞു. ഇന്ത്യയിൽ ഒരു ബ്രോഡ്ലി രണ്ട് തരത്തിലുള്ള മാധ്യമങ്ങളാണ് ഇന്ത്യയിൽ. ഒന്നെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ ആധാരത്തിൽ സ്ഥാവര ജംഗമ വസ്തുക്കൾ കെട്ടിപ്പടുത്തിട്ടുള്ള അതേ ഇൻവെസ്റ്റ്മെന്റിന്റെ ബലത്തിൽ ദൈനംദിന പ്രവർത്തന ചെലവുകൾ നോക്കുന്ന ഒരു സ്ഥാപനങ്ങളാണ്. അവയുടെ തന്നെ പ്രവർത്തനത്തിന് വേണ്ട മൂലധനം പിന്നെയും വരുന്നത് പരസ്യങ്ങളിലൂടെയാണ്. അപ്പം ബേസിക് ആയിട്ട് ഒരു ഗ്രൂപ്പിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. അതിന് പുറമെ ദൈനംദിന പരസ്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പത്രങ്ങളായാലും ശരി, പത്രങ്ങളായാലും ഗവൺമെന്റിന്റെ പരസ്യം വേണം, മാധ്യമങ്ങളായാലും ഗവൺമെന്റിന്റെ പരസ്യം വേണം, അല്ലെങ്കിൽ പ്രൈവറ്റ് ഗ്രൂപ്പ്സിന്റെ പരസ്യം വേണം, ജ്വല്ലറിയുടെ പരസ്യം വേണം, ടെക്സ്റ്റൈൽസിന്റെ പരസ്യം വേണം. ഈ പരസ്യങ്ങളുടെയും മൂലധനത്തിന്, സ്വകാര്യ മൂലധനത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഒരു 80-90% ചാനലുകൾ. പിന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട്. ഓബ്വിയസ്ലി എന്തായിരിക്കും ചെയ്യാന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. രണ്ടാമതൊരു സാധനം ഉള്ളത് സബ്സ്ക്രിപ്ഷൻ മോഡലിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കാരവാൻ സബ്സ്ക്രിപ്ഷൻ മോഡലിൽ പ്രവർത്തിക്കുന്നത്. അതായത് നമ്മൾ വായനക്കാർ കൊടുക്കുന്ന പൈസയാണ് അതിന്റെ മൂലധനം. അവർക്ക് പരസ്യങ്ങളില്ല, അവർക്ക് പരസ്യങ്ങൾ തരുന്നവരോട് ഒരു കടപ്പാടുമില്ല. അവർക്ക് മൂലധനം എന്ന് പറയുന്ന സാധനം തന്നെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒഴിച്ചാൽ പ്രവർത്തന മൂലധനം എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷനാണ്. വായനക്കാരുടെ ഇൻട്രസ്റ്റ് ആണ് അവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്. മലയാളത്തിൽ ട്രൂ കോപ്പി എന്ന സാധനം ഏറെക്കുറെ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ട്രൂ കോപ്പി തിങ്ക് എന്ന് പറയുന്ന സാധനം. പക്ഷെ അവരുടെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ താരതമ്യേന മറ്റുള്ളവരെക്കാൾ കുറവാണ്. വിപണി തന്നെയാണ് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പൊ വിപണിയുടെ താല്പര്യങ്ങൾ മാധ്യമങ്ങളെ നിയന്ത്രിക്കുമ്പോൾ, ഇപ്പം ഓരോ ചാനൽ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുന്നില്ല, പല ചാനലുകളുടെയും പിന്നിൽ പല എന്താ പറയാ വിപണിയിലെ പല ഭീമന്മാരാണുള്ളത്. അപ്പം അങ്ങനെ ഒരു മൂലധനത്തിന്റെയും പരസ്യ വരുമാനത്തിന്റെയും ബലത്തിൽ പ്രവർത്തിക്കുന്ന ചാനലുകൾക്ക് സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കും. അത് പറഞ്ഞോ പറയാതെയോ അവർ ചെയ്യാം. അപ്പോ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത് നിലനിൽപ്പിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അതേ സമയത്ത് അതങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്കുണ്ടായാൽ മതി. അവരങ്ങനെ അല്ലാതെ ആകണം, അവര് 100% എത്തിക്കലാകണം എന്ന് ആഗ്രഹിക്കാൻ പറ്റില്ല. കാരണം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അവർക്ക് അതല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. നാളെ ഞാനിപ്പം സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം പറഞ്ഞുതരാം. കല്യാൺ സിൽക്സ് എന്ന് പരസ്യം വാങ്ങിച്ചുകൊണ്ട് എല്ലാ മാസവും 50 ലക്ഷത്തിന് പരസ്യം വാങ്ങിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു ചാനലിൽ ഒരു കാരണവശാലും കല്യാൺ സിൽക്സിനെ പറ്റി ഒരു പ്രശ്നമുള്ള വാർത്ത പറഞ്ഞാൽ പ്രമുഖ ടെക്സ്റ്റൈൽസ് എന്നല്ലാതെ വരില്ല. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ്. അതൊരു കാലമായിട്ട് അങ്ങനെ തന്നെയാണ്. പിന്നെ ഭരിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ടൊരു വികാരം എല്ലാ കാലത്തും മാധ്യമങ്ങളിൽ സ്വതവേ നിഴലിക്കാറുണ്ട്. കാരണം ആളുകൾക്ക് പൊതുവേ ഒരു ആന്റി ഇൻകംബൻസി അല്ലെങ്കിൽ ഭരിക്കുന്ന ഭരണകൂടത്തിലൂടെ എതിർപ്പുണ്ടാവില്ല. നാട്ടില് റോഡിൽ കുഴിയാണ്, മറ്റാണ്, മറിച്ചാണ്. അപ്പൊ ഇതിനൊക്കെ വിമർശിക്കാനുള്ള ത്വര മാധ്യമങ്ങൾക്ക് പലർക്കും ഉണ്ടാവും. ചിലർക്കത് സ്ഥായി ഭാവമായിരിക്കും, ചിലർക്ക് പ്രശ്നാധിഷ്ഠിതമായിരിക്കാം. എന്തായാലും ഭരിക്കുന്ന വർഗത്തിനെതിരായിട്ടൊരു വികാരം എല്ലാ കാലത്തും മാധ്യമങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനെ ചിലപ്പോൾ അതാത് പക്ഷത്തോടുള്ള വിരുദ്ധതയായിട്ടും വായിക്കപ്പെടാം. അത് ഉള്ളവരുണ്ട്, അല്ലാതെ ഭരണപക്ഷത്തോട് മാത്രം ഉള്ളവരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഓഡിറ്റിംഗ് നല്ലതാണ് എല്ലാ കാലം. ഇപ്പൊ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. ആരാ പറഞ്ഞു ഓഡിറ്റ് ചെയ്യുന്നില്ല എന്ന്? ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് നോക്കും, അടുത്ത നിമിഷം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ റോസ്റ്റിംഗ് ആണല്ലോ. അടുത്ത നിമിഷം തെറ്റ് വന്നാലും മനഃപൂർവ്വം അല്ലെങ്കിലും മനഃപൂർവ്വം ആണെങ്കിലും ഒക്കെ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഓഡിറ്റ് ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പം ഹിന്ദിയിൽ ഇപ്പൊ ന്യൂസ് ലോണ്ടറി എന്നൊരു പേഡ്, ഇതേപോലത്തെ ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ചാനൽ ന്യൂസ് ലോണ്ടറി, നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ചാനലാണ് ന്യൂസ് ലോണ്ടറി. നമ്മുടെ നാട്ടിലെ ലോണ്ടറി എന്ന് പറയുന്ന ലോണ്ടറി.
അതിൽ ഹിന്ദിയിലായിട്ടും ഇംഗ്ലീഷിലായിട്ടും ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് സാധനങ്ങൾ. അപ്പോൾ അതിന്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മറ്റ് ചാനലുകളിൽ വരുന്ന വാർത്തകളുടെ കാപട്യം തുറന്നു കാണിക്കുന്ന ഒരുപാട് പരിപാടികൾ അതിനകത്ത് വരുന്നു. നിങ്ങളത് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. നോർത്ത് ഇന്ത്യയിൽ നമ്മൾ ഗോദി മീഡിയ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന കളിയാക്കുന്ന കുറച്ച് ചാനലുകളുണ്ട്. അതും ഭരിക്കുന്ന വർഗത്തെ പ്രധാനമന്ത്രിയൊക്കെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെയൊക്കെ തുറന്നു കാണിക്കുന്ന ഓഡിറ്റ് ചെയ്യുന്ന ഇഷ്ടംപോലെ പരിപാടികൾ മറ്റ് ചാനലുകളിൽ വരുന്നുണ്ട്. മലയാളത്തിലെ ട്രെൻഡ് വളരെ കുറവാണ്. നോർത്ത് ഇന്ത്യൻ ചാനലുകളിൽ അങ്ങനെ പരസ്പരം ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഇഷ്ടംപോലെ ചാനലുകളുണ്ട്. അത് വേണമെന്ന് ഞാൻ പറയുന്നത്. ഒരാളൊരു കാര്യത്തിൽ ചെയ്യുന്ന എന്താ കണ്ണടച്ച് പാൽ കുടിച്ചാൽ ആർക്കും മനസ്സിലാവില്ല എന്നിട്ടുള്ള പിന്നെ അങ്ങനത്തെ ഇതൊക്കെ തുറന്നു കാണിക്കപ്പെടുന്നത് വെച്ചാൽ അത് ഏത് മാധ്യമം ചെയ്താലും കാണിക്കാം. അത് വിമർശിക്കാനുള്ള അവകാശം മറ്റുള്ള മാധ്യമങ്ങൾക്ക്. ഓക്കെ സാർ, നന്ദി. നമസ്കാരം സാർ. സാർ, എൻ്റെ പേര് ദേവിക. എനിക്ക് ചോദിക്കാനുള്ളത്, അമേരിക്കയിലെ പല കോർപ്പറേറ്റ് രഹസ്യങ്ങളും തുറന്നു കാട്ടിയ ഒരു മാധ്യമമാണ് വിക്കിലീക്സ്. വിക്കിലീക്സ് പോലൊരു മാധ്യമം നമ്മുടെ രാജ്യത്ത് പ്രസക്തമാണോ? അതുപോലെ വിവരങ്ങൾ പരസ്യമാക്കുന്നതിലൂടെ വിക്കിലീക്സ് എത്തിക്കലി കറക്റ്റ് ആണോ അതോ സ്വകാര്യതയുടെ ഒരു ലംഘനമാണോ? അത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോ അതിന്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ നാട്ടിലിപ്പോ വിക്കിലീക്സ് ഒന്നും ആവേണ്ട കാര്യമില്ല. ഒരു ന്യൂസ് ക്ലിക്ക് ആയാൽ മതി, ഒരു ഓപ്പൺ മാഗസിൻ ആയാൽ മതി, ഒരു കാരവാൻ ആയാൽ മതി. ഇപ്പൊ ന്യൂസ് ക്ലിക്ക് എന്ന മാധ്യമത്തിന്റെ എഡിറ്റർ ഈ അടുത്ത കാലത്താണ് പിടിച്ച് വെളിയിൽ വിട്ടത്. അയാൾ എത്ര മാസം ജയിലിൽ കിടന്നു നിങ്ങൾ ആലോചിക്കണം. എന്തിന്റെ പേരിലാണ്? ഇത് സോക്കോൾഡ് ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ മാധ്യമ സുരക്ഷ, മാധ്യമ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ നാടിന്റെ സ്ഥാനം എത്രയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ലോകത്തെ എത്രാമതാണെന്ന് അറിയാമോ? മാധ്യമ പ്രവർത്തകരുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യ എത്രാമതാണെന്ന് അറിയാമോ ആർക്കെങ്കിലും ഈ ലോകത്തിന്റെ റാങ്കിങ്ങിൽ? ഇല്ല സർ. നമ്മളൊരു മൊത്തം റാങ്കിങ് ലിസ്റ്റിൽ ഒരു 180ഓളം രാജ്യങ്ങളുണ്ട്. അതിൽ 168 കണ്ടാണ് ഇന്ത്യയുടെ സ്ഥാനം. അപ്പോൾ ഏറ്റവും അപകടകരമായ രീതിയിൽ മാധ്യമപ്രവർത്തകർ ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവിടെ വിക്കിലീക്സ് പോകുന്ന സാധനം, അതുപോലത്തെ സാധനം വന്ന അടുത്ത ദിവസം നിങ്ങൾ UAPA ചുമത്തി, NSA ചുമത്തി, നിങ്ങൾ അകത്ത് കിടക്കും. അത് ഇവിടുത്തെ അവസ്ഥയാണ്. പണ്ട് M ഗോവിന്ദന്റെ വിഖ്യാതമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്, എഴുത്തോ നിന്റെ കഴുത്തോ ഇതിലേറെ കൂറ് ഏതിനോട്? അപ്പം നമ്മൾ എന്താ പറയാ ആലോചിക്കാം, എഴുത്ത് വേണോ നിങ്ങളെ കഴുത്ത് വേണോ എന്നുള്ളത്. എല്ലാവർക്കും ജീവനോടുണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അധികാരത്തോടുള്ള പ്രതിരോധം എല്ലാ കാലത്തും അങ്ങനെ ആയിരുന്നു. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രത്തിന്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയുണ്ട്. ഡോക്ടർ ക്യൂനർ സ്റ്റോറീസ് എന്നുള്ള പേരിൽ ഒരു കുറെ ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്, ബർത്തോൾ ബ്രത്ത്. അപ്പൊ അതിലിങ്ങനെ ഒരു കഥ അധികാരത്തോടുള്ള പ്രതിരോധം എന്നുള്ള പേരിലാണ്. അപ്പൊ ആ കഥ അങ്ങനെയാണ്. അധികാരം വന്നിട്ട് സാധാരണക്കാരന്റെ വാതിൽക്കൽ മുട്ടും. അപ്പൊ അധികാരം വന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നതിനോട് വിരോധമുണ്ടോ? ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? അപ്പൊ അധികാരം വളരെ തടിയുള്ള ഒരാളാണ്. അപ്പൊ സാധാരണക്കാരൻ വളരെ മെലിഞ്ഞൊരാണ്. അപ്പം എതിർപ്പുണ്ടെന്ന് പറഞ്ഞ് അവനൊരു അടി വന്നാൽ ഇയാളോടെ കിടക്കും. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. അയാൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല. അധികാരം വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കടന്നു വരുന്നു. അവിടെ കണ്ട സാധാരണക്കാരന്റെ കസേരയിൽ കയറിയിരിക്കുന്നു. അയാളോട് പലതും ആവശ്യപ്പെടുന്നു, ചോറ് ചോദിക്കുന്നു, വെള്ളം ചോദിക്കുന്നു. ഇയാള് ചോദിക്കുന്നതിലപ്പുറം കൊടുക്കുന്നു. മധുരമുള്ള ഒരുപാട് പലഹാരങ്ങൾ കൊടുത്ത് ചീർപ്പിച്ച് അധികാരം ഒടുവിൽ ഭക്ഷണം കഴിച്ച് ചീർത്ത അവസാനം അധികാരം ചത്തുമലച്ച അധികാരത്തിനെ കസേരയിൽ നിന്ന് വലിച്ച് താഴെയിട്ട് തറയിലൂടെ വലിച്ചു നിരക്കി ഡോറിന്റെ വെളിയിലോട്ട് തള്ളിയിട്ട് വാതിൽ അടച്ച ശേഷമാണ് സാധാരണക്കാരൻ പറയുന്നത് എതിർപ്പുണ്ട്. അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ അതുകൊണ്ട് പറയാവുന്നതിന് ചെറിയ പരിമിതികൾ നാട്ടിലുണ്ട്. താങ്ക് യു സർ. സാർ, പറഞ്ഞോളൂ. എൻ്റെ പേര് ശ്വേത എന്നാണ്. ഞാൻ KUCT-ലെ തന്നെ സോഷ്യൽ സയൻസ് ഓപ്ഷനിലെ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പം ഹിസ്റ്ററിയിലെ പല കാര്യങ്ങളും ഞങ്ങൾ UG-യിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഗ്രാജുവേഷൻ ടൈമിൽ ഹിസ്റ്ററി സാർ ഞങ്ങളോട് പറയുമായിരുന്നു, നിങ്ങൾ പഠിക്കുന്ന പല ചരിത്ര സംഭവങ്ങളും വളച്ചൊടിക്കപ്പെട്ടയാണ്, ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ ഇങ്ങനെ ഒന്നും അല്ലാന്ന്. അപ്പൊ അന്ന് സാറ് ഞങ്ങളുടെ ഇടയ്ക്ക് ഇതിൻ്റെ ഹാഷ് റിയാലിറ്റീസ് പലതും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനുശേഷം സാറിന്റെ വീഡിയോസിലൂടെ എന്ന് വെച്ചാൽ ഇപ്പം ചെർണോബിൽ ദുരന്തത്തെ പറ്റിയും താജ്മഹലിനെ പറ്റിയുള്ള സ്റ്റോറി ആണെങ്കിലും ഇന്ദിരാഗാന്ധിയെ പറ്റിയുള്ള സ്റ്റോറി ആണെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പം നമുക്ക് അതിന്റെ പുറകിലുള്ള ഹാഷ് റിയാലിറ്റീസിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതുപോലെ സത്യങ്ങൾ പൊടിപ്പും തൊങ്ങലും ഇല്ലാതെ പുറം ലോകത്തിലേക്ക് പറയുന്ന അവസ്ഥയിൽ ആ ഒരു സാഹചര്യത്തിൽ സാറിന് എന്തെങ്കിലും മോശമായ രീതിയിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ സത്യങ്ങൾ ഇതുപോലെ ഒരു മറയും ഇല്ലാതെ വിളിച്ചു പറയേണ്ട സമയത്ത്? ഈ ആഴ്ചയും കൂടെ ഒരു സീസൺ ഡിസസ്റ്റ് നോട്ടീസ് കിട്ടിയിട്ടുള്ളൂ അനിൽ അംബാനിയുടെ.
ഒരു മാനനഷ്ട കേസ് ഈ ആഴ്ച കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്ന ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഫോണിൽ വിളിച്ച് ചിലപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കും. നേരിൽ കണ്ടിട്ട് ഇതുവരെ ആരും പ്രകടിപ്പിച്ചിട്ടില്ല. ഫോണിൽ ഞാൻ അങ്ങനെ ഹാർഷായിട്ടൊന്നും നേരിട്ട് പറയാറില്ല, ഞാൻ വളച്ചൊടിച്ചേ പറയാറുള്ളൂ. അതുകൊണ്ട് പലർക്കും മനസ്സിലാവില്ല. അതായത് എന്റെ സിദ്ധാന്തം ഒന്നേ ഉള്ളൂ, ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള ലോജിക്കുള്ള ഒരുത്തനാണെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ട് ഒഫൻഡഡ് ആവേണ്ട ആവശ്യമില്ല. ഒഫൻഡഡ് ആവേണ്ട ഒരുത്തനാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് അപകടമില്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള ലോജിക്ക് ഉണ്ടായിരുന്നു, ഞാൻ മനസ്സിലാക്കും. സാർ അത് വളച്ചൊടിച്ച് പറഞ്ഞാലും ചില കാര്യങ്ങൾ നമുക്ക് കണക്ഷൻ കിട്ടും. അതുകൊണ്ടാണ് സാർ അങ്ങനെ ദേഷ്യം പിടിച്ചു വരുന്ന ഇഷ്ടംപോലെ ആൾക്കാർ എന്നെ തെറി വിളിച്ചിട്ട് അതിന്റെ ചോട്ടില്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടെ ഞാനൊരു ഇറാനെ പറ്റിയൊരു എപ്പിസോഡ് ചെയ്തപ്പോൾ അതിന് താഴെ വന്ന കമന്റുകളിൽ മുക്കാലും നിനക്ക് പൊന്നാനി പോയിട്ട് സുന്നത്ത് നടത്തി മുസ്ലിം ആയിക്കൂടാന്നുള്ള അങ്ങനത്തെ ഇഷ്ടംപോലെ. ഒരു മുസ്ലിങ്ങളെ പറ്റി ഒരു എപ്പിസോഡ് ചെയ്താൽ സംഘികളുടെ വകാക്കണം, മറ്റേ ഇപ്പുറത്തെ എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള സുഡാറ്റുകളുടെ വകാക്കണം. ആക്രമണങ്ങൾ ഇങ്ങനെ 4 പേർക്കും തരത്തില്ല. പ്രശ്നം അത് വിചാരിക്കാൻ പറ്റില്ല, ചെയ്യാൻ അത് പ്രശ്നമൊന്നും അത്രയല്ലേ. ദേഹോദ്രവൊന്നും ഇതിന് വന്നിട്ടില്ല. അല്ലാതെ എല്ലാ പ്രശ്നങ്ങൾ, ആശയപരമായിട്ടുള്ള സംഘർഷങ്ങൾ പലപ്പോഴും പലയിടത്തും നേരിടേണ്ടി വന്നിട്ടുണ്ട്. താങ്ക് യു സർ. സ്വാതി, എന്റെ ചോദ്യം ഇതാണ്. വല്ലാത്തൊരു കഥയുടെ ഓരോ എപ്പിസോഡിലും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കഥകളാണ് കാണാൻ സാധിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഓരോ എപ്പിസോഡിനും വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ ടോപ്പിക്കുകൾ സാറ് കണ്ടെത്തുന്നത്? അതുപോലെ ഇതിന്റെ മുമ്പോട്ടുള്ള യാത്രയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് സാർ ആഗ്രഹിക്കുന്നത്? ഞാനിതിലൊരു ഓരോ എപ്പിസോഡും ഓരോ അന്വേഷണങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പൊ ഞാൻ എടുക്കുന്ന പല ടോപ്പിക്കുകളും ഞാൻ അതിലൊരു കഥയുണ്ടോ എന്ന് മാത്രമേ നോക്കാറുള്ളൂ. എനിക്കറിയാത്തൊരു കഥ അതിനകത്തുണ്ടോ, പറയാനുള്ള ലേഡായിട്ടുള്ള ഒരു കഥ ഉണ്ടോ. ചിലത് ഞാൻ എന്താ ചെയ്യാ, ചിലത് ഫോർ സേഫ്റ്റി ഞാനൊരു 3 ആഴ്ച മുന്നേ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് പ്രഖ്യാപിച്ചിട്ട് ഫേസ്ബുക്കിലിട്ടിട്ട് ഞാൻ ഇങ്ങനെ താല്പര്യമുള്ളവരൊക്കെ സഹായിക്കൂ എന്നൊക്കെ പറഞ്ഞ പോസ്റ്റ് പലരും സഹായിക്കാനൊക്കെ വരും. പിന്നെ ഞാൻ തന്നെ ഈ 2-3 ആഴ്ച കൊണ്ട് ഞാനിത് ഇങ്ങനെ വായിച്ചു തുടങ്ങും. അപ്പൊ ചിലപ്പോഴാണ് ഒരാഴ്ച വായിച്ചു കഴിയുമ്പോഴേക്കും മനസ്സിലാവുക അതിൽ ചിലപ്പോൾ കഥ നമ്മൾ വിചാരിച്ചത്ര ഇല്ല എന്നൊക്കെ വിചാരിക്കും. അപ്പൊ നമ്മൾ ചിലപ്പോൾ നൈസായിട്ട് അങ്ങ് ചവിട്ടും, എന്നിട്ട് വേറെ ടോപ്പിക് വേറെ പ്രഖ്യാപിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചവരോടെ കിടപ്പുണ്ടാവും അത് വായിച്ചു. അപ്പൊ എന്തായാലും 1-2 അങ്ങനെ ഒഴിവാക്കേണ്ടി വന്നിട്ടുള്ളൂ. അപ്പം ഞാനിപ്പോ ഈ ആഴ്ച ചെയ്യാൻ പോകുന്ന എപ്പിസോഡ് ഞാൻ ഇടയ്ക്ക് ഒരു ക്രൈം സ്റ്റോറി ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്കൊരു എന്റർടൈൻമെന്റ് എന്നുള്ള ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമാണ് ക്രൈം സ്റ്റോറികൾക്ക്. അപ്പൊ ഞാനിങ്ങനെ കുട്ടികളെ കാണാതാവുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്രൈം സ്റ്റോറി ഉണ്ട്. നിഠാരി കേസുണ്ട്. കുട്ടികളെ കാണാതായതാണ് അതിന്റെ തുടക്കം. പിന്നീട് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ അകത്തുണ്ട്. ആൾക്കാർക്ക് അങ്ങനത്തെ ക്രൈം സ്റ്റോറി ചെയ്യുമ്പോഴേക്കും ഫ്രഷ് ആയിട്ട് എനിക്കൊരു 10,000 ഓഡിയൻസിനെ കിട്ടും. അത് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാർ ഇങ്ങോട്ട് വരും. കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറെ ബാക്കിയുള്ളത് കണ്ടോളൂ. അങ്ങനെ ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഈ ആഴ്ച നിഠാരിയാണ് ഞാൻ വിഷയം മാറ്റി പിടിക്കാൻ ശ്രമിക്കാറുണ്ട്. അടുത്ത ആഴ്ച ഞാൻ ഈജിപ്തിലെ മമ്മികളുടെ ഒരു സ്റ്റോറിയാണ് ചെയ്യാൻ. അതിന്റെ രസമുള്ള കുറെ കഥകളുണ്ട്. പിന്നെ റൂമിയെ പറ്റിയിട്ടൊരു എപ്പിസോഡ് പ്ലാനിലുണ്ട്. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ചേസ് ചെയ്ത് പോവാന്നുള്ളൂ. പിന്നെ ആൾക്കാരിങ്ങനെ സജഷൻസ് താഴെ പറയും അവർക്ക് താല്പര്യമുള്ളത്. അത് പലതും വളരെ ട്രിവിയൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ ആയിരിക്കും, പക്ഷെ എന്നാൽ ഇടയ്ക്കുന്ന നല്ല സബ്ജക്റ്റുകൾ എനിക്ക് വീണ്ടും കിട്ടാറുണ്ട്. അപ്പൊ അതും ഞാൻ സ്കാൻ ചെയ്യാറുണ്ട്, നല്ല ടോപ്പിക്സ് വല്ലതും സജസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പം അതൊരു സോഴ്സാണ്. അല്ലാതെ എനിക്ക് താല്പര്യമുള്ള, എനിക്ക് ഇനി അറിയാൻ താല്പര്യമുള്ള, എനിക്കിപ്പോൾ അറിയാത്ത ഒരു എപ്പിസോഡ് കഴിയുമ്പോഴാണ് ഞാൻ അതിൽ അത്യാവശ്യം വിവരം ആർജിക്കുക. അതിന് മുന്നേ തുടങ്ങാൻ നേരത്തെ എനിക്ക് ഒന്നും അറിയണ്ടാവില്ല മിക്കവാറും. നമസ്കാരം സർ. നമസ്കാരം സാർ, എന്റെ പേര് അപർണ. എനിക്ക് ചോദിക്കാൻ ചോദിക്കുന്ന വെച്ചാൽ പണ്ട് കാലത്ത് നമുക്ക് വാർത്തകളായിട്ട് കിട്ടാൻ പറ്റിയിരുന്നില്ല. അതായത് നിഷ്പക്ഷമായിട്ടുള്ള പത്രങ്ങളും ചാനലുകളും ഉണ്ടായിരുന്നല്ലോ. കറക്റ്റായിട്ട് എന്താണ് ന്യൂസ് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഓരോ പക്ഷം പിടിച്ചാണ് ഓരോ ചാനലും പറയുന്നത്. ഒരിക്കലും നമുക്ക് കറക്റ്റ് എന്താണ് ന്യൂസ് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അച്ഛനൊക്കെ പണ്ട് ഇങ്ങനെ പറയുന്ന കേൾക്കാം, കേരളം വായിച്ചു കഴിഞ്ഞാല് മാതൃഭൂമിയായിട്ട് വായിച്ചു ന്യൂസ് അറിയാൻ പറ്റുന്നുണ്ട് കറക്റ്റായിട്ട്. പക്ഷെ ഇപ്പൊ അത് ശ്രദ്ധിക്കുന്നില്ല. പേര് മാധ്യമ പ്രവർത്തനം എന്നൊരു ആക്ഷേപമുണ്ട്. അപ്പൊ ഈ മാറ്റം ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം? എനിക്ക് അങ്ങനെ ഒരുപാട് വലിയ മാറ്റം ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അന്ന് മുതലേ പത്രം, ഞാനൊരു 89 ഒരു 92 മുതൽക്കൊക്കെ പത്രം വായിക്കുന്ന ആളാണ്. 1992 മുതൽക്കൊക്കെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ മാതൃഭൂമി, കൗമുദി എല്ലാ പത്രവും ആ കാലത്തോട്ട് വായിക്കുന്നത്. അപ്പൊ കൗമുദിക്ക് അന്ന് തൊട്ടേ ഒരു രാഷ്ട്രീയമുണ്ട്, മാതൃഭൂമിക്കും അന്ന് തൊട്ടേ ഒരു രാഷ്ട്രീയമുണ്ട്, മനോരമയ്ക്ക് പ്രത്യേകിച്ചും അന്ന് തൊട്ടേ രാഷ്ട്രീയം. ദേശാഭിമാനിക്ക് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല രാഷ്ട്രീയമുണ്ട് എന്നുള്ളത്. അതുപോലെ എല്ലാ പത്രങ്ങൾക്കും അന്ന് തന്നെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു, കൃത്യമായ രാഷ്ട്രീയമുണ്ട്.
ഇപ്പൊ സംഭവിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നവമാധ്യമങ്ങൾ വന്നതോടെ ഇതൊക്കെ തുറന്നു കാണിക്കപ്പെടാൻ തുടങ്ങിയതിന്റെ പേരിലാണ് നിങ്ങൾ കൂടുതലായിട്ട് അത് അറിയാൻ പോകും. മറ്റൊന്ന് പത്രം വായിച്ചിട്ട് വിരുദ്ധാഭിപ്രായമുള്ള വീട്ടിലിരുന്നത് പറയുന്നല്ലാതെ ഏറി വന്നാൽ നമ്മുടെ കമലെ ചെന്നിരുന്ന് പറയുന്നല്ലാതെ അതിന് വ്യാപ്തി കുറവായിരുന്നു. അപ്പൊ അന്ന് ആൾക്കാർ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ പ്രശ്നമുണ്ട്. അന്ന് ദേശാഭിമാനിയിലോ അല്ലെങ്കിൽ മാതൃഭൂമിയിലോ മനോരമയിലോ ഒരു തെറ്റായ വാർത്ത അടിച്ചു വന്നാൽ ഏറി വന്നാൽ ആരെങ്കിലും പത്രാധിപർക്ക് കത്തയച്ച് ഒരു തിരുത്ത് കൊടുത്താൽ കൊടുത്തു എന്നുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. ഇന്നൊരു തെറ്റ് വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്കുള്ളിൽ തന്നെ അതിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരും, ഇത് കള്ള വാർത്ത അടിച്ചിരിക്കുന്നു. നമ്മൾ അറിയുന്നത് കൂടിയത് പണ്ട് മുതൽക്കേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ഇപ്പം അത് പത്രങ്ങളിലെ കാര്യം. മാധ്യമങ്ങളിൽ വന്നൊരു മാറ്റത്തെ കുറിച്ചുകൂടി ഞാൻ പറയാം. മാധ്യമങ്ങൾ പണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് ദൂരദർശനൊക്കെ പ്രവർത്തിച്ചു തുടങ്ങുന്ന ഒരു 80കളുടെ കാലത്താണ്. 94-95 കാലത്താണ് ഏഷ്യാനെറ്റ് തുടങ്ങുന്നത്. അത് പിന്നീട് ന്യൂസ് ആയിട്ട് മാറുന്നു. പിന്നീടാണ് ഓരോന്നായിട്ട് ഇന്ത്യ വിഷൻ വരുന്നു, റിപ്പോർട്ടർ വരുന്നു, മാതൃഭൂമി മനോരമയൊക്കെ ചാനൽ തുടങ്ങുന്നു. അങ്ങനെ ചാനലിന്റെ എണ്ണം കൂടി വന്നു. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം മുതൽ ഇപ്പൊ ദൂരദർശനിലൊക്കെ വാർത്ത വായിച്ചിരുന്ന കാലത്ത് വാർത്തയ്ക്കൊരു ഒരു മോഡറേറ്റ് നേച്ചർ ഉണ്ടായിരുന്നു. അതായത് ഒരു മിതത്വം ഉണ്ടായിരുന്നു. വാർത്തകൾ മാത്രമേ വായിച്ചിരുന്നുള്ളൂ. വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഒരു ബുള്ളറ്റിൻ, അതിൽ കുറെ വാർത്തകൾ, ആ ബുള്ളറ്റുമായിട്ട് ആ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട വിഷ്വൽ ഉണ്ടെങ്കിൽ അത് കാണിക്കുക. അങ്ങനെയായിരുന്നു ആദ്യത്തെ വാർത്ത. ഇപ്പോൾ അങ്ങനെയല്ല. വാർത്തയുടെ നിർവചനം തന്നെ മാറിയിരിക്കും. വാർത്തകൾ മിക്കവാറും ലൈവ് ഓറിയന്റഡ് ആയിട്ട് മാറി. ലൈവ് സംഭവം നടക്കുകയാണെങ്കിൽ അവിടെ പോയിരുന്നിട്ട് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. വാർത്തയ്ക്ക് സംഭവിച്ചിട്ടുള്ള മാറ്റം എന്താണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഉദാഹരണത്തിലൂടെ മനസ്സിലാവും. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്, ചിലപ്പോൾ കേട്ടവരുണ്ടെങ്കിൽ ക്ഷമിക്കാം. പണ്ട് വള്ളത്തോളിന്റെ കാലത്ത് നടന്നൊരു സംഭവമാണ്. അതായത് കെ നായർ എന്ന് പറയുന്നൊരു, പുള്ളിയുടെ പേര് അത് തന്നെയാണോ എനിക്ക് ഉറപ്പില്ല, കെ നായർ എന്ന് തോന്നുന്നു. ഇങ്ങനൊരു മോഹിനിയാട്ടം ഒക്കെ നല്ലപോലെ അറിയാവുന്ന, അല്ലെങ്കിൽ കഥകളിയൊക്കെ നല്ലപോലെ അറിയാവുന്ന ഒരു വിചക്ഷണമായിട്ടുള്ള കെ നായർ, പുള്ളിയുടെ കെ നായർ എന്നാണ് എനിക്ക് തോന്നുന്നു. പുള്ളി ഒരു ദിവസം ജവഹർലാൽ നെഹ്റുവിനെയും സക്കീർ ഹുസൈനെയും ഡോക്ടർ രാധാകൃഷ്ണനെയും കൂട്ടിക്കൊണ്ട് കഥകളി കാണാൻ പോയി. അപ്പൊ നളചരിതം കഥകളിയാണ് നടക്കുന്നത്. അപ്പം അതില് നളചരിതം അറിയാലോ, ദമയന്തിയെ പാമ്പ് വിഴുങ്ങുന്നൊരു സീനുണ്ട്. ഡാൻസ് പഠിച്ചുള്ള ആൾക്കാർക്ക് അറിയുണ്ടാവും ചിലപ്പോൾ. ദമയന്തിയെ പെരുമ്പാമ്പ് ഒന്ന് വിഴുങ്ങാൻ ശ്രമിക്കുന്ന ഒരു സീനുണ്ട്. അതിലൊരു വേടൻ വന്നിട്ട് പാമ്പിനെ കൊന്ന് ദമയന്തിയെ രക്ഷിക്കും. അപ്പം ഇതാണ് രംഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കണ്ടുകൊണ്ടിരിക്കെ ഇവരിങ്ങനെ കഥ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സിനോപ്സിസ് ഒക്കെ ആദ്യമേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് മനസ്സിലാവില്ലല്ലോ ഭാഷ. അപ്പൊ കഥ ആദ്യമേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവർ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ദമയന്തി വരുന്നു, ദമയന്തിയുടെ കുറച്ച് ആട്ടപ്രകാരം വരുന്നു. പിന്നീട് പാമ്പ് വരുന്നു, പാമ്പിന്റെ കുറച്ചാട്ടം. പാമ്പ് വന്ന് ദമയന്തിയുടെ കാലിൽ കടിക്കുന്നു. അത് കഴിഞ്ഞ് ഉടനെ വേട്ടക്കാരൻ അവിടെ വരുന്നു. വേട്ടക്കാരൻ വന്നിട്ട് 2 ആട്ടം ഉണ്ടല്ലോ, ഒരു കഥകളിയുടെ സാധനം. അപ്പൊ ഇവരിങ്ങനെ കുതൂഹലത്തോടെ നോക്കിയൊക്കെയാണ്. ഈ സക്കീർ ഹുസൈന് കുറെ കഴിഞ്ഞ് ഭ്രാന്തായി. ഈ ദമയന്തിയുടെ കാല് പാമ്പിന്റെ വായിലാണ്. ഈ വേടം വന്നിട്ടൊന്നും ചെയ്യുന്നില്ല. വേടം വന്നിട്ട് കിടന്ന് തായം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇയാൾ കുറച്ച് കഴിഞ്ഞപ്പം ജവഹർലാൽ നെഹ്റുവിനോടും രാധാകൃഷ്ണനോടും പറഞ്ഞു, what nonsense is this? Why doesn't he kill the snake and save that lady? അപ്പം ജവഹർലാൽ നെഹ്റു തിരിച്ചു പറയും, you are speaking nonsense. This is art and there is no space for journalistic realism in art. This is art and there is no space for journalistic realism in art എന്നാണ് അന്ന് ജവഹർലാൽ നെഹ്റു സക്കീർ ഹുസൈനോട് പറഞ്ഞത്. ഞാൻ അതിപ്പോ തിരിച്ചു പറയുന്നു. ദിസ് ഇസ് ജേർണലിസം. ഈ ജേർണലിസത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ there is no space for journalistic realism in journalism. You need art. അതായത് ഒറ്റ അമ്പിന് പാമ്പിനെ കൊല്ലുന്ന ഒരു ജേർണലിസ്റ്റിനെ ഇപ്പൊ ആർക്കും വേണ്ട. ലൈവിൽ കിടന്നിട്ട് തായം കളിക്കാൻ അറിയുന്നവനെ മാത്രം മതി. ഒരു വിഷയം പറഞ്ഞു, ഒരുത്തം മലയുടെ പോലെ കുടുങ്ങി അതും പറഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അതേ സാധനം പറയണം. പൂരത്തിന് അവിടെ പോയി നിന്നിട്ട് പറഞ്ഞ് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ണീർ പറക്കണം. അപ്പം തായം കളിക്കാൻ അറിയുന്ന കലയായിട്ട് ജേർണലിസം മാറി. ഒറ്റ അമ്പിന് ആ പാമ്പിനെ കൊല്ലുന്ന ജേർണലിസ്റ്റുകളെ വേണ്ട, അവർക്ക് വിലയില്ല എന്നുള്ള അവസരത്തിൽ മാറി. ജേർണലിസത്തിന് ഒന്ന് മാറ്റമാണ്, ലൈവ് ഓറിയന്റഡ് ആയിട്ട് മാറി. ആ മാറ്റത്തിന്റെ മൂല്യച്യുതി എല്ലാ രംഗത്തും കാണും, എല്ലാ ഇടത്തിൽ കാണും. സാർ നമസ്കാരം. സാർ, എന്റെ പേര് ഇന്ത്യ. ഞാൻ കുന്നം കോളേജിലെ സ്റ്റുഡന്റ് ആണ്. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ചോദ്യം, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ സാറിന്റെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ഈ മേഖലയിലേക്ക് പുതുതായി വരുന്ന ആളുകൾക്ക് ഒരു അഡ്വൈസ് നൽകാൻ പറഞ്ഞാൽ സാർ എന്തായിരിക്കും അവരോട് പറയുക? എനിക്ക് പറയാനുള്ള അഡ്വൈസ് വേറൊന്നുമില്ല. ഇതിന്റെ ഗ്ലിറ്റും ഗ്ലാമറും കണ്ടിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട. ഇത് അത്ര രസകരമായ ഒരു ഫീൽഡല്ല. ഒരു വളരെയധികം കഠിനാധ്വാനമുള്ള, വളരെയധികം പൊതുകാൽവെട്ട് നടക്കുന്ന, വളരെയധികം തിണ്ണമെടുക്ക് വേണ്ട ഒരു മേഖലയാണ് ജേർണലിസം. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ചില്ലറ പാടൊന്നുമല്ല.
സർവൈവൽ സ്കില്ല് നല്ലപോലെ ഇല്ലെങ്കിൽ, അപമാനിതരാകാനുള്ള താല്പര്യം നല്ലപോലെ ഇല്ലെങ്കിൽ, അത് സഹിക്കാനുള്ള കഴിവില്ലെങ്കിൽ, എന്താ പറയാ, മിഥ്യാഭിമാനമുള്ളവരൊന്നും കൊണ്ട് വരണ്ട. കാരണം അതൊക്കെ ആദ്യം തറയിലിട്ട് ചവിട്ടി അരച്ച് തേച്ച് ചുമരുമ്പ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടേ നിങ്ങൾ ജോലി ചെയ്ത് തുടങ്ങുള്ളൂ. അപ്പം സർവൈവൽ സ്കില്ല് വളരെയധികം വേണ്ട ഒരു സ്ഥലമാണ്. നിങ്ങൾ പുറത്തുനിന്ന് കാണുമ്പോൾ വാർത്ത വായിക്കുന്നു, കുട്ടിയുടെ മുഖത്ത് ലൈറ്റ് അടിക്കുന്നു, നാട്ടുകാരെ കാണുമ്പോൾ തിരിച്ചറിയുന്നു, നിങ്ങൾ ടി വിയിൽ വാർത്ത വായിക്കുന്ന ആളല്ലേ എന്ന് ചോദിക്കുന്നു എന്നതിലുപരി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പണി പണ്ടാണ് പറഞ്ഞത് പട്ടിപ്പണി രാജപദവി എന്നൊക്കെ പറഞ്ഞല്ലേ, ആ പറഞ്ഞ രാജപദവിയാണെങ്കിലും പണി അത്യാവശ്യം മോശം പണിയാണ്. മോശമല്ല, ബുദ്ധിമുട്ടുള്ള പണിയാണ്, അത്ര എളുപ്പമല്ല. അതുകൊണ്ട് നല്ലപോലെ അധ്വാനിക്കാൻ സമയം താല്പര്യമുള്ളവരാവും. പിന്നെ പേയ്മെന്റ് ഒന്നും പഴയ പോലെ മോശമല്ല. ഇപ്പം എല്ലായിടത്തും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ശമ്പളമൊക്കെ എല്ലായിടത്തും കിട്ടുന്നുണ്ട്, മാധ്യമങ്ങളിലൊക്കെ തന്നെ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഗ്ലിറ്റും ഗ്ലാമറും കണ്ടിട്ട് ആരും വരരുത്, പ്രശസ്തനാവാൻ വേണ്ടിയിട്ട് ആരും മാധ്യമപ്രവർത്തനത്തിന് വരരുത്. ഞാൻ മാധ്യമപ്രവർത്തനത്തിലേക്ക് വന്നത് 37-ാമത്തെ വയസ്സിലാണ്. 37-ാം വയസ്സിലാണ് ഞാൻ ജേർണലിസ്റ്റ് ആവുന്നത്. അതിന്റെ ലക്ഷ്യവും ഉദ്ദേശവും ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വാർത്ത അത്ര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് എന്തും എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന സാധനമാണ്. ആ എക്സൈറ്റ്മെന്റ് ഇല്ലാത്തവരാരും അതിലേക്ക് കടന്നു വരരുത്. വാർത്ത നിങ്ങളെ എക്സൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന എന്തായാലും അതിലേക്ക് കടന്നു വരാം, നിങ്ങളെ അത് ആനന്ദിപ്പിക്കും. നമസ്കാരം, കേൾക്കാമോ? കേൾക്കാം. മഴയാ. കേൾക്കാം. സാറേ, ഞാൻ ഹേന എന്നാ പേര്, കോളേജിലെ ടീച്ചറാണ്. എന്റെ ചോദ്യം സാറിന്റെ പ്രോഗ്രാമിന്റെ ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ട ഈ വല്ലാത്തൊരു കഥ എന്ന് പറയുമ്പോൾ അത് വായിക്കപ്പെടുമ്പോഴത്തേക്കിന് അതിനുള്ളില് ഇപ്പൊ നമ്മൾ അതൊരു വല്ലാത്ത കഥ, അല്ലെങ്കിൽ അത് വല്ലാത്ത കഥ എന്നൊക്കെ നമ്മൾ വായിക്കപ്പെടുമ്പോൾ പല രീതിയിലുള്ള മീനിങ് അതിന് വരാമല്ലോ. അപ്പോൾ ഈ ചരിത്രപരമായ അല്ലെങ്കിൽ നടന്നുപോയ കാര്യങ്ങളുടെ നേർക്കാഴ്ചകൾ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഈ പ്രോഗ്രാമിലൂടെ നടത്തപ്പെടുന്നത്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു എന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു ദുരൂഹമായ ഒരു ടൈറ്റില് ആ പ്രോഗ്രാമിന് കൊണ്ടുവന്നത് സാറ് തന്നെയാണോ, അല്ലെ അതിന് പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടോ? അതിന്റെ പിന്നിലെ കഥ പറയാം. അതിന് പിന്നിലെ കഥ ഒരുപാട് ദുരൂഹതയൊന്നും ഇല്ലാത്തൊരു കഥയാണ്. ഞാൻ സാധാരണ അന്ന് ലേഖനം എഴുതലായിരുന്നു പരിപാടി, വെബിലായിരുന്നു. അപ്പം ഞാൻ കുറച്ച് സുദീർഘമായിട്ടുള്ള ലേഖനങ്ങൾ എഴുതുമായിരുന്നു. ഒരു 1500-2000 വാക്കുകളുള്ള ലേഖനം എഴുതുമായിരുന്നു. പക്ഷെ ആ കഥ അതിലും അവസാനിക്കാറില്ലായിരുന്നു പലപ്പോഴും. അപ്പൊ ഈ ലേഖനം എഴുതി അത് പബ്ലിഷ് ചെയ്ത് ആൾക്കാർ വായിച്ച ശേഷം ഞാൻ ഈ അപ്പുറത്ത് ചായ കുടിക്കാൻ പോയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറയാം, അതിൽ ഇതിന്റെ ശേഷം വേറെ കുറച്ച് കഥയും കൂടെ ഉണ്ടായിരുന്നു, സ്ഥലമില്ലാത്തതുകൊണ്ട് പറയാം, അത് വല്ലാത്തൊരു കഥയാണെന്ന് പറഞ്ഞ് വെറുതെ പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് ആൾക്കാരോട് അവിടെ വേറെ കുറെ കഥയുണ്ട്, അത് ശരിക്കും കേൾക്കണം, വല്ലാത്ത കഥയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പോയതാ. അപ്പം ഞാൻ പിന്നെ ഒരു ടൈറ്റിൽ എന്തെങ്കിലും ഇടണല്ലോ എന്ന് വിചാരിച്ചാൽ ഇട്ടതാണ്. പിന്നെ അത് ഇട്ട ടൈറ്റിൽ പിൻവലിക്കാൻ പറ്റില്ല, നമ്മൾ ഇട്ടതങ്ങ് ഇട്ടു, അതങ്ങ് നിലനിന്ന് പോയതാണ്. അങ്ങനെ ഒരുപാട് ആലോചനയൊന്നും കൂടാതെ ഇട്ട ഒരു ടൈറ്റിലാണ്. ഞാൻ പിന്നീട് അത് ആൾക്കാരെ കാണുമെന്നോ, ഞാനിതൊന്നും ആരും കാണുമെന്ന് പ്രതീക്ഷിച്ചതല്ല. 2-3 ലക്കം ഒരു മനുഷ്യൻ കണ്ടിട്ടുമില്ല. അപ്പൊ പിന്നീടാണ് മെല്ലെ അന്ന് 2020 ജൂലൈ എന്നൊക്കെ പറയുന്നത് കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് ആൾക്കാരൊക്കെ വീട്ടിലിരിക്കുകയാണ്, വേറെ ഒരു പണിയില്ല, ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ കണ്ടേ പറ്റൂ. ചിലർ ക്വാറന്റൈനിലും കൂടിയാണ്, വേറെ ഒരു വഴിയില്ല, ഇത് കാണുകയല്ലാതെ. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാരെ കണ്ടപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടപ്പോൾ അവർ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ സാധനം ആൾക്കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതാണ്. അതിപ്പോഴും നിലനിൽക്കുന്നു. അപ്പൊ ഞാൻ നിലനിൽക്കുന്നിടത്തോളം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. നമസ്കാരം സാർ, എന്റെ പേര് ആര്യ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം സാധ്യമാണോ? സാറിന്റെ അഭിപ്രായം? ഈ ചോദ്യം ഞാൻ ഏകദേശം നേരത്തെ ഉത്തരം പറഞ്ഞൊരു ചോദ്യമാണ്. അതായത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു മിഥ്യയാണ്, അങ്ങനെ ഒരു സാധനമില്ല. എത്തിക്കൽ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് പോലും ഉണ്ടോ ഇല്ലയെന്ന് ചോദിക്കേണ്ട സമയമാണ്. പിന്നെ പലരും പറയുന്നു, അപ്പം ഇന്ന് ഇപ്പോൾ രാത്രിയാണ് എന്നൊരാൾ പറയുന്നു, ഇപ്പോൾ പകലാണെന്ന് വേറൊരാൾ പറയുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ രാത്രിയാണെന്ന് ഇയാൾ പറഞ്ഞു, ഇപ്പോൾ പകലാണെന്ന് മറ്റേയാൾ പറഞ്ഞു, പക്ഷെ ഇപ്പോൾ പകലാണ് എന്ന് വിളിച്ചു പറയണമെന്ന് പറയും പലരും. പക്ഷെ പലപ്പോഴും അങ്ങനെ പറയാൻ പറ്റാത്ത വിഷയങ്ങൾ വരാറുണ്ട്. അങ്ങനെ നമുക്കൊരു എത്തിക്കലായിട്ടൊരു കാര്യം പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കാൻ ചിലപ്പോൾ ആദ്യം മാത്രം പറ്റിക്കൊള്ളുന്നില്ല. ഞാൻ 2018 ജോലി കിട്ടിയ സമയത്ത് ഓഫ് ചെയ്ത് വെച്ചാണ് എന്റെ ഫേസ്ബുക്കിലെ രാഷ്ട്രീയം പറിച്ചത്. അപ്പം ഞാൻ പറയുന്നത്, നമ്മുടെ രാഷ്ട്രീയം ഒരു പരിധിയിൽ കൂടുതൽ പ്രകാശിപ്പിക്കാനുള്ള മാധ്യമമായിട്ട് നമ്മൾ മാധ്യമപ്രവർത്തനത്തെ മാറ്റരുത്. അത് റിപ്പോർട്ട് ചെയ്യാനുള്ള സാധനം, വാർത്തകൾ വരുന്നു, നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ സ്വതന്ത്രമായിട്ട് എത്രത്തോളം നടക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസുകൾക്ക് അതീതമായിട്ട് ഒരു മാധ്യമ സ്ഥാപനവും നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ വർക്ക് ചെയ്യുന്നില്ല. എല്ലായിടത്തും അതിൻ്റെതായിട്ടുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസസ് ഉണ്ടാകും. അത് എല്ലാ കാലത്തും ഉള്ളതാണ്, ഇനിയും ഉണ്ടാകും, പുതിയ മാധ്യമങ്ങൾ വരുമ്പോഴും ഉണ്ടാകും. സ്വതന്ത്ര മാധ്യമപ്രവർത്തനം ഒരു മിഥ്യയാണ്, അങ്ങനെ തോന്നുന്നില്ല എനിക്ക് ഉണ്ടെന്ന്.
നമസ്കാരം സാർ. നമസ്കാരം. എൻ്റെ പേര് ജോബ് എന്നാണ്. ഞാൻ KCT-യിലെ ഒരു വിദ്യാർത്ഥിയാണ്. സാർ, എൻ്റെ ഒരു ചോദ്യമല്ല, ഒരു സാറിന് അറിയാനുള്ളൊരു താല്പര്യം കൊണ്ടാണ്. ഇപ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ, ഉദാഹരണത്തിന് ഭൂപീന്ദർ സിംഗിൻ്റെ ആണെങ്കിലും ഒരു മിഡിൽ രീതിയിൽ നിൽക്കുന്ന പുസ്തകങ്ങളാണ്. അതുപോലെ നമ്മുടെ ബിപിൻ ചന്ദ്രയുടെ ആണെങ്കിൽ ഒരു ലെഫ്റ്റ് ലീനിങ് ആണെന്ന് പറയാം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ അങ്ങ് റെഫർ ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്നെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവസാനത്തെ ഒരു പ്രൊഡക്റ്റ് കിട്ടുമല്ലോ, അതിനെ എങ്ങനെയാണ് നിഷ്പക്ഷമായിട്ട്, അല്ലെങ്കിൽ നിഷ്പക്ഷം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷം ഉണ്ടാവും, എത്തരത്തിലാണ് അതിനെ അങ്ങ് ക്രോഡീകരിച്ച് പറയുക എന്നറിഞ്ഞാൽ? നിഷ്പക്ഷമായിട്ട് പറയാൻ പ്രയാസമാണ്. എനിക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്കിപ്പം വളരെ പ്രശ്നമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി പറയുമ്പോൾ പിന്നെയും കൺഫ്യൂഷൻ ഇല്ല. ഇനി നമ്മൾ ലോക ചരിത്രത്തേക്ക് കടന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷനുകൾ ഭയങ്കരമാണ്. കാരണം വെച്ചാൽ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏത് പക്ഷത്തു നിന്നാണെന്നുള്ള ചോദ്യം. ഉദാഹരണത്തിന് സ്റ്റാലിൻ എന്നൊരു വ്യക്തി എടുക്കുകയാണെങ്കിൽ, സ്റ്റാലിനെ ദൃഷ്ടിച്ചുകൊണ്ടുള്ള ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെയുണ്ട്. അതേസമയത്ത് സ്റ്റാലിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ലിറ്ററേച്ചറും അത്രത്തോളം. ഇതെല്ലാം കൂടെ വായിച്ചിട്ട് നമുക്ക് സ്റ്റാലിനെ പറ്റി ഒരു എപ്പിസോഡ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. പല ലിറ്ററേച്ചറിലേക്ക് നമുക്ക് ആക്സസ് ഇല്ല. അപ്പം പറയുന്നു ഇത് വെസ്റ്റേൺ മീഡിയയുടെ പ്രൊപ്പഗാൻഡയാണ്, നിങ്ങൾ വായിച്ച പുസ്തകങ്ങൾ അത്രയും, അതുകൊണ്ടാണ് നിങ്ങൾ സ്റ്റാലിനെ പറ്റി ദുഷിച്ചു പറഞ്ഞത് എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ അപ്പുറത്തുള്ള സാധനം ഈ ലെഫ്റ്റ് മീഡിയയുടെ പ്രൊപ്പഗാൻഡ അല്ലെന്ന് ഞാൻ അങ്ങനെ ഉറപ്പിക്കും. ഇതെല്ലാം കൂടെ വായിക്കാൻ സമയം എനിക്കില്ല. അപ്പൊ നമുക്കുള്ള സമയം പരിമിതി, അതുപോലെ ഉള്ള വിഭവങ്ങളുടെ ഒരു പരിമിതി, ഇതെല്ലാത്തിനകത്ത് ഒന്നുകൊണ്ട് നമുക്ക് ലോജിക്, നമ്മുടെ ഒരു പൊളിറ്റിക്കൽ, നമ്മുടെ ഒരു ബുദ്ധിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ഞാൻ ഇതിനെ ആശ്രയിച്ച് പറഞ്ഞതാണ്, ഞാൻ അതിനെ ആശ്രയിച്ച് പറഞ്ഞാണെന്ന് പറഞ്ഞോട് പറയാന്നല്ലാതെ ഞാൻ തന്നെയായിട്ട് ഒരുപാട് പറയാതിരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. എപ്പോഴും നമ്മൾ, കാരണം ഇത് തെറ്റായിരിക്കാൻ ഇപ്പൊ ചില സമയത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പിന്നീട് എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ, ചില കേസുകളിലൊക്കെ ഞാനിപ്പോൾ ഒരു പുസ്തകത്തെ ആശ്രയിച്ചാണ് പറഞ്ഞെങ്കിൽ കൂടി ആ പുസ്തകം തെറ്റായിരുന്നു എന്ന് പിന്നീട് എനിക്ക് വേറെ ചിലത് വായിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് ഒരിക്കലും ആത്യന്തികമായിട്ട് തിരുത്തപ്പെടാനാവാത്ത കാര്യങ്ങളൊന്നുമല്ല. ചിലപ്പോൾ നമ്മൾ പറഞ്ഞതിൽ തെറ്റുണ്ടാവാം. നമുക്ക് അങ്ങനെ നിഷ്പക്ഷം എന്ന് പറയാനൊന്നും പറ്റില്ല. കാരണം നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളുടെ പക്ഷമായിരിക്കും നമ്മൾ അതിൽ നിന്ന് നമ്മുടെ രാഷ്ട്രീയ ശരികളും നമ്മുടെ ബോധ്യങ്ങളും ഒക്കെ നമ്മൾ ഇത്രയും കാലം വായിച്ചു വന്നതിന്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ രാഷ്ട്രീയ പക്ഷം. ഇപ്പൊ എനിക്കും ഒരു രാഷ്ട്രീയ പക്ഷം ഉണ്ടാവാം, നിങ്ങൾക്കും രാഷ്ട്രീയ പക്ഷം ഉണ്ടാവാം. ഞാൻ വായിക്കുന്നതൊക്കെ നിങ്ങൾ ആ പക്ഷത്തിൽ നിന്നുകൊണ്ടാണ് കാണുക. അപ്പൊ നിങ്ങൾ അത് ശരി തെറ്റെന്ന് പറയുന്നത് നിങ്ങൾ എവിടെ പക്ഷത്തിരിക്കുന്നു എന്നുള്ള അതനുസരിച്ചാണ്. ഇപ്പോൾ ചിലരെ പറ്റി നമ്മൾ പറയില്ലേ, അടുത്തിരിക്കുമ്പോൾ അഭിമാനമായും ദൂരെ നോക്കുമ്പോൾ അഹങ്കാരമായിട്ടും തോന്നുന്നു പറയില്ലേ ചില ആൾക്കാരുടെ പെരുമാറ്റം. അപ്പോൾ അതാണ്, നിങ്ങൾ അയാളോട് ആരാധനയുള്ള ആളാണെങ്കിൽ അയാൾ ചെയ്യുന്നതൊക്കെ നമുക്ക് അഭിമാനമായിട്ട് തോന്നും. അല്ല അത്രയ്ക്ക് ആരാധന ഇല്ല, ദൂരെ നിന്ന് നിഷ്പക്ഷമായിട്ട് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് അഹങ്കാരമായിട്ട് തോന്നാം. നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നിങ്ങൾ എന്ത് കാണുന്നു എന്നുള്ളത്. നമുക്കൊരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ വൈൻഡ് അപ്പ് ചെയ്യാം. ഞാനൊരു സ്ഥലത്ത് പോകാൻ ഏറ്റിരിക്കുകയാണ്. 8 മണിക്ക് എനിക്കൊരു സ്ഥലത്തെത്താം. അതുകൊണ്ടാണ് 5 അല്ല, ഒരു 10 മിനിറ്റ് കൂടെ, ഒരു 40-45 വരെ പോവാം. 15 മിനിറ്റ് കൂടെ പോവാം. 10-15 മിനിറ്റ്. സർ, എൻ്റെ പേര് മഞ്ജുഷ. ഞാൻ KCT-യിലെ കുന്നത്തിലെ വിദ്യാർത്ഥിയാണ്. എനിക്ക് ലയങ്ങളെ കുറിച്ച്, ഞാൻ PGക്ക് പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ലയങ്ങളെ കുറിച്ച് കേൾക്കാൻ ഇടയായിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതിനെക്കുറിച്ച് അന്ന് എനിക്ക് സോഴ്സസ് ഒന്നും അറിയില്ലായിരുന്നു. സാറ് ഈ ഒരു ലയങ്ങളുടെ പാതാള ലോകം ആ ഒരു സംഭവം എഴുതുമ്പോൾ സാറിന് എവിടെ നിന്നാണ് കൂടുതലായിട്ടുള്ള സോഴ്സസ് ഒക്കെ കിട്ടിയത്? പിന്നെ ഗവിയിലെ മൈഗ്രേഷൻ പീപ്പിൾസിനെ കുറിച്ചിട്ടും, ഗവിയിലെ മൈഗ്രേഷൻ പീപ്പിൾസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ അവരിപ്പോ അവരെ പറ്റി ഞാൻ എഴുതാൻ PGക്കല്ല PhD ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എനിക്ക് സോഴ്സസ് കിട്ടാനൊക്കെ എവിടെ നിന്നായിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക? പിന്നെ ഞങ്ങൾക്കൊരു PGക്ക് ഒരു സാറ് വന്നിരുന്നു പ്രോജക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സാറ് ഒരു ക്യാൻറ്റീനിലെ ഒരു ചായയിൽ നിന്ന് സാറ് കാപ്പിക്കുരുവിന്റെ ചരിത്രവും കാപ്പിക്കുരു ഇങ്ങോട്ട് വരാനിടയായ സാഹചര്യവും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലയങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ തോട്ടത്തൊഴിലാളികളെ കുറിച്ചോ എഴുതുകയാണെങ്കിൽ സോഴ്സസ് എവിടെ നിന്നായിരിക്കും കൂടുതലായിട്ട് കിട്ടുക? ഞാൻ ചെയ്തപ്പോൾ ഞാൻ ആശ്രയിച്ചത് കുറച്ച് പുസ്തകങ്ങളും കുറച്ച് അക്കാഡമിക് ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നു, റിസർച്ച് ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ ഞാൻ ആശ്രയിച്ചത് ലയങ്ങളിൽ നിന്ന് ലയത്തിൽ ജനിച്ച് ലയത്തിൽ വളർന്ന് ലയത്തിൽ നിന്ന് പഠിച്ചു വന്ന IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള സേതുരാമൻ IPS എന്ന ഒരാളാണ്. അദ്ദേഹത്തെ സമീപിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ. ലയത്തിൽ ജനിച്ച് പഠിച്ചു വളർന്ന് തിരുവനന്തപുരത്ത് ഒരു കോളേജിൽ തമിഴ് അധ്യാപകനായിട്ടുള്ള വേറൊരു സാറുണ്ട്. അദ്ദേഹം ലയങ്ങളെ പറ്റി നല്ല ധാരണയുള്ള ആളാണ്. പിന്നെ ലയങ്ങളിലെ ആക്ടിവിസം നടത്തുന്ന ഇഷ്ടംപോലെ ആളുകൾ. അപ്പൊ അവരുടെ ഒക്കെ ഇഷ്ടംപോലെ ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക്
ഒരുപാട് കാര്യങ്ങൾ അല്ലാതെ തന്നെ കിട്ടും. ഈ 2-3 കോൺടാക്റ്റുകൾ ഉണ്ട്. അതൊക്കെ നമുക്ക് ഞാൻ ജോണിന്റെ അടുത്ത് കൊടുക്കാം, നിങ്ങൾ അവിടുന്ന് സംസാരിച്ചാൽ മതി. പിന്നെ പുസ്തകങ്ങൾ അല്ലാതെ എഴുതപ്പെട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ. ഒരു നോവലുണ്ട്, സിഗപ്പ് തേയില എന്നിട്ട് നോവലുണ്ട്, അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. താങ്ക് യു സർ. ഇനി ആരെങ്കിലും സാറിനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരണം. സാറിന്റെ സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ ആരെയും ബോറടിപ്പിച്ചില്ല എന്ന് ഞാൻ കരുതട്ടെ. ഇല്ല സാർ. എല്ലാവരും ചോദ്യങ്ങൾ ചോദിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയും നേരം സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ ചർച്ചയിൽ പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷം. അടുത്തതായി ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതിന് വേണ്ടി 1ാം വർഷ വിദ്യാർത്ഥി അഞ്ജലി അനിൽകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ, കേൾക്കാമോ? കേൾക്കാം. നമസ്കാരം. നമ്മുടെ അതിഥിയായ ബഹുമാനപ്പെട്ട ശ്രീ ബാബു ചന്ദ്രൻ സാർ, പ്രോഗ്രാമിന്റെ ജനറൽ കൺവീനർ ഡോക്ടർ എസ് രശ്മി ടീച്ചർ, കോർഡിനേറ്ററായ ലേഖ ടീച്ചർ, മറ്റ് അധ്യാപകരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. അല്ലാത്തൊരു കഥ പോലെ എന്ന പ്രോഗ്രാം പോലെ കേൾക്കാൻ ഇമ്പുള്ള ഒരു സെക്ഷൻ തന്നെയായിരുന്നു കടന്നുപോയത്. മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ ശ്രീ ബാബു രാമചന്ദ്രൻ സാറിന്റെ അനുഭവങ്ങളും സംഭാഷണങ്ങളുമാണ് നാം ശ്രവിച്ചത്. വളരെ അറിവ് പകരുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമ്മളുമായിട്ട് സാറ് പങ്കുവച്ചു. മാധ്യമ പ്രവർത്തന രംഗത്തെ അടുത്തറിയാൻ സാധിച്ചു. ജേർണലിസം പഠിക്കാതെ തന്നെ മാധ്യമ പ്രവർത്തകനാകാം എന്ന സാറിന്റെ അനുഭവം പ്രചോദനം നൽകിയ ഒന്നാണ്. എന്റെ വാക്കുകൾ ഏറെ ദീർഘിപ്പിക്കാതെ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തിരക്കുകൾക്കിടയിൽ വളരെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് നമ്മുടെ കൂടെ പങ്കെടുത്ത ശ്രീ ബാബു ചന്ദ്രൻ സാറിനോട് ഹൃദയത്തിന്റെ ഭാഷയിലും KFLന്റെ പേരിലും കുന്നം കുടുംബത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിന് സ്വാഗതം അർപ്പിച്ചതും നമ്മുടെ കൂടെ എപ്പോഴും ഒപ്പമുള്ള ഈ പ്രോഗ്രാമിന്റെ ജനറൽ കൺവീനറും KUCT കുന്നം കോളേജിന്റെ പ്രിൻസിപ്പളുമായ ഡോക്ടർ എസ് രശ്മി ടീച്ചറിനോടും പ്രോഗ്രാം കോർഡിനേറ്ററായ നമ്മുടെ ലേഖ ടീച്ചറിനോടും നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കളോടും നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം സാർ. താങ്ക് യു. നമസ്കാരം.